രണ്ടാമത് വിഷയം അവതരിപ്പിച്ച മുജാഹിദ് പക്ഷത്തോട് സുന്നി പക്ഷത്തെ പണ്ഡിതന്മാർക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഇനിയുള്ളത്. ഇതുവരെ കാണിച്ച ക്ഷമയും തുടർന്നും ഉണ്ടാകണമെന്ന് എല്ലാ നല്ലവരായ സുഹൃത്തുക്കളോടും ഉണർത്തിക്കൊണ്ട് ഇതേപോലെ തന്നെ 10 ചോദ്യങ്ങൾക്കും 10 ഉത്തരങ്ങൾക്കുമാണ് അവസരം. സമയം വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. 3 മിനിറ്റാണ് ചോദ്യത്തിനുള്ളത്, 4 മിനിറ്റ് ഉത്തരത്തിനും. ടൈം ഓവർ എന്ന വിഷയം മധ്യസ്ഥന്മാരായ ആളുകൾ അറിയിക്കുന്നത് പോലെ ആണ് കാര്യങ്ങൾ ഉണ്ടാവുക. അതിനിടക്ക് മറ്റുള്ളവർ എഴുതുന്നത് ഇതുമായി ബന്ധപ്പെടുത്തരുത് എന്ന് എല്ലാവരെയും ഉണർത്തുന്നു. ചോദ്യം ചോദിക്കാൻ മുജാഹിദ് പക്ഷത്തോട് ചോദ്യം ചോദിക്കാൻ സുന്നി പക്ഷത്തു നിന്നുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ. ഞാനിപ്പോ ഹംദും സലാത്തും ചൊല്ലുമ്പോ എന്റെ പ്രസംഗത്തിന്റെ പ്രാരംഭം എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മൗലവി മറുപടി പറയാനോ അല്ലെങ്കിൽ മൗലവിക്ക് ഒരു ചോദ്യം ചോദിക്കാനോ ഒരൊറ്റ ഒരു ചോദ്യവും ഉദിക്കാത്ത സന്തോഷത്തിൽ കൂടിയാണ് ഞാൻ അൽഹംദുലില്ലാ പറയുന്നത്. ഏതായാലും മൗലവിയുടെ അവസാനത്തെ പ്രസംഗം ഇപ്പൊ പ്രമാണങ്ങളൊക്കെ വിട്ടിട്ട് അദ്ദേഹം ഇപ്പൊ കളവ് ആവർത്തിച്ചത് ഇസ്ലാഹ് മാസികയുടെ പേരിലാണ്. സ്വന്തം ലേഖനം അതിന്റെ അപ്പുറത്തുണ്ട്. ഫൈസൽ മുസ്ലിയാരാണ് ഇതിന്റെ തൊട്ടപ്പുറത്തെ പേജിൽ ലേഖനം എഴുതുന്നത്. ആ ഫൈസൽ മുസ്ലിയാരുടെ തൊട്ടിപ്പുറത്ത് എഴുതിയ ഈ ലേഖനം, അതില് അദ്ദേഹം ഒരു പച്ചക്കള്ളം ആവർത്തിച്ചിരിക്കുന്നു. എന്താണ് ആ കള്ളം? അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ് ഇബാദത്തിൽ ആഗ്രഹിക്കേണ്ടത്. ആ പൊരുത്തമാണ് റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സുന്നികൾ ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് ആ വാക്കുള്ളത്? എവിടെയാണ് ആ വാക്കുള്ളത്? ഇസ്ലാഹ് മാസികയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇസ്ലാഹ് മാസികയിലുള്ളത് ഞാൻ വായിച്ചു തരാം. എന്നാൽ മൗലിദ് ആഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമാണ്. അള്ളാഹുവിന്റെയും നബിയുടെയും പൊരുത്തം രണ്ടർത്ഥത്തിലാണെന്നുള്ളത് മൗലവി തന്നെ സമ്മതിച്ചില്ലേ? ആ പൊരുത്തമാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ് നബിയുടെ പൊരുത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എവിടെയാ ഇസ്ലാഹ് മാസികയിലുള്ളത്? ഇല്ലാത്തത് സ്വന്തം പുസ്തകത്തിന്റെ പേരിൽ എന്തിനാ മൗലവി ഇങ്ങനെ കളവ് പറയുന്നത്? അതുകൊണ്ട് കളവ് ഖുർആനിന്റെയും ഹദീസിന്റെയും പേരിൽ പറയുന്നത് പോലെ സ്വന്തം പുസ്തകത്തിന്റെ പേരിൽ പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നതിൽ എന്റെ സഹോദരന്റെ മുമ്പിൽ ഞാൻ ഒരു ചെറിയ രൂപത്തിൽ ഞാൻ സങ്കടപ്പെടുകയാണ്, അങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ. അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ 10 അവസരത്തിൽ ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നബിദിനാഘോഷം എന്നുള്ളത് 3 നൂറ്റാണ്ടിൽ പെട്ട ആരുടെയും കിതാബിൽ പറഞ്ഞിട്ടില്ല എന്നാണല്ലോ ഇപ്പൊ മൗലവി നേരത്തെ പറഞ്ഞത്. അതെന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് സലാം ബാക്കി ഉസ്താദ് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നു. ഏതാണ് ഞാൻ മൗലവിന്റെ ആ പ്രയോഗത്തിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത്. നബിദിനാഘോഷം റബീഉൽ അവ്വലിൽ നടത്തുന്നത് ശിർക്കും ബിദ്അത്തുമാണെന്ന് നിങ്ങൾ പറഞ്ഞ ന്യായം അത് മുൻഗാമികൾ ചെയ്തിട്ടില്ല എന്നതാണല്ലോ. എന്നാൽ KM മൗലവി അടക്കം മുൻഗാമികൾ ആരും നടത്താത്ത തസ്ബീത്ത് സമ്പ്രദായമുണ്ടല്ലോ. അതായത് മൂടുകല്ല് വെച്ചതിന് ശേഷം മീസാൻ കല്ല് വെക്കുന്നതിന് ഉള്ളിലായിട്ട്, അഥവാ തസ്ബീത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് തസ്ബീത്ത് ചൊല്ലുകയും ഒരാൾ ചൊല്ലിക്കൊടുക്കുക, ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുക. ഹദീസിൽ പറഞ്ഞ ഇസ്തിഗ്ഫാർ, തസ്ബീത്ത് എന്നീ 2 വാചകങ്ങൾക്ക് പുറമെ റഹ്മത്ത് ചോദിക്കുക, അതുപോലെ തന്നെ ജാഫിൽ ഖബർ ചോദിക്കുക, അതുപോലെ തന്നെ അൽഹംദുൽ ജവാബ് ചോദിക്കുക പോലുള്ള വാചകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, മറ്റുള്ളവർ ഏറ്റു ചൊല്ലുന്നു. അത് തന്നെ സമയമാകുന്നതിന് മുമ്പ്, മറമാടൽ പൂർത്തിയായതിനു ശേഷമാണ് റസൂൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ചെയ്യുന്ന ഈ ഏർപ്പാട് മുജാഹിദുകൾ നടത്തുന്നുണ്ടല്ലോ, അത് ശിർക്കും ബിദ്അത്തുമല്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ പറയുന്നു റബീഉൽ അവ്വൽ ശിർക്കും ബിദ്അത്തുമാകും, കാരണം അത് മുൻഗാമികൾ ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങളുടെ ന്യായം. അതേസമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ തസ്ബീത്ത് എന്ന് പറയുന്നത് മുൻഗാമികൾ ചെയ്തിട്ടില്ലല്ലോ, എന്നാൽ ഇത് ശിർക്കും ബിദ്അത്തുമല്ല എന്നും അത് ആണ് എന്നും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ഇപ്പൊ തന്നെ തസ്ബീത്ത് ചെല്ലേണ്ടി വരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സംഗതി കബറടക്കി നമുക്കറിയാം. ഇപ്പൊ മുമ്പ് തസ്ബീത്ത് നമുക്ക് എത്തിക്കണേ. ഏതായാലും തസ്ബീത്തും ചെല്ലിഞ്ഞ് ഞാൻ ആണ്ടയിക്കാൻ ചോദിക്കാൻ നമുക്കറിയില്ല, അത് നമ്മൾ അംഗീകരിക്കൂല, ഇതൊക്കെ അംഗീകരിച്ചില്ല. അപ്പൊ ഏതായിരുന്നാലും നേരത്തെ ഞാൻ ചോദിച്ച മൂപ്പര് പ്രശ്നം എന്താ അറിയോ? വാദത്തിനും ചോദിച്ചില്ല, വിഷയത്തിനും ചോദിച്ചില്ല, നിബിദിനും ചോദിച്ചില്ല. ഇപ്പോഴോ തസ്ബീത്ത ഒന്നാമത്തെ ചോദ്യം തന്നെ. തസ്ബീത്ത് ചെല്ലാനായിട്ട് നമുക്കറിയാം. അതിന് ചെല്ലിയിട്ട്
ഇവിടുന്ന് പിരിഞ്ഞു പോവുള്ളൂ. നിങ്ങൾ തസ്ബീത്തും ചൊല്ലി ആ കല്ലും കുത്തി ഞങ്ങൾ പോവുള്ളൂ. ഇൻഷാ അല്ലാഹ് അവർക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത്. ഈ തസ്ബീത്ത് ചെല്ലൽ വിദേഹത്തല്ലേ? അത് ശിർക്കല്ല. അത് ശിർക്കുമല്ല വിദേഹത്തുമല്ല. ശിർക്കുമല്ല വിദേഹത്തല്ല. എന്തുകൊണ്ട് അള്ളാഹു റസൂൽ തസ്ബീത്ത് ചൊല്ലാൻ തന്നെ പ്രത്യേകം പഠിപ്പിച്ചു. എന്നാൽ നബിദിനാഘോഷം നടത്താൻ നബി പഠിപ്പിച്ചില്ല. മദ് ചെയ്യാൻ പഠിപ്പിച്ചു, മദ് നമുക്ക് ചെയ്യാം. നബിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, നമുക്ക് സ്നേഹിക്കാം. അതൊന്നും തർക്കമില്ല. നബിദിനം ആഘോഷിക്കാൻ നബി പഠിപ്പിച്ചില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല. തസ്ബീത്ത് ചെല്ലാൻ നബി പഠിപ്പിച്ചു. സലൂലഹു തസ്ബീത്ത, മയ്യിത്തിന് വേണ്ടി തസ്ബീത്ത് നിങ്ങൾ ചോദിക്കണം എന്ന് നബി പറഞ്ഞു. ഇനി അതിന്റെ വാചകം എന്താണ്? എന്തുമാകാം. ഇപ്പൊ ചെന്ന വാചകം തന്നെ വേണോ? വേണ്ട, ഏതുമാവാം. ഒരാൾ മലയാളത്തിൽ പറയാ, പഠിച്ചോനെ ഇയാൾക്ക് നീ സ്ഥൈര്യം നൽകണേ, അതും തസ്ബീത്താണ്. മലയാളത്തിൽ പറഞ്ഞു, അബ്ബേ നീ മയ്യത്തിന് സ്ഥൈര്യം നൽകണേ, അതും തസ്ബീത്താണ്. ഈ വാചകമേ ചൊല്ലാവൂ, ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ വാചകത്തിന് സവിശേഷത ഉണ്ടോ? അതും പറഞ്ഞിട്ടില്ല. ഏത് വാചകം ചെല്ലാം? റസൂല പ്രത്യേകിച്ച് വാചകം പഠിപ്പിച്ചില്ല. മറിച്ച് തസ്ബീത്തിനെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ തസ്ബീത്തിനെ ചോദിക്കാം. അതാണ് സബ്ബിത്തിന്റെ സുആൽ. അല്ലാഹുവേ ചോദ്യ സമയത്ത് നീ ഉറപ്പി നൽകണേ. ഇനി ഒരാൾ അത് നേരെ തിരിച്ചു മാറ്റിയിട്ട് വേറൊരു വാചകം പ്രയോഗിച്ചു, ഒരു വിരോധമില്ല, ഒരു തർക്കമില്ല. ആ വാചകത്തിന് ഒരു സവിശേഷം കൽപ്പിക്കുന്നില്ല. ഏത് വാചകവുമാകാം, അതുകൊണ്ട് ഈ വാചകവുമാകാം, ഒരു തർക്കമില്ല. എന്നാൽ നബിദിനാഘോഷം എങ്ങനെയാണോ? റബീഉൽ അവ്വൽ പ്രത്യേകത ഇല്ല എന്നാണോ? ഞങ്ങൾ പറഞ്ഞോടി. റബീഉൽ അവ്വൽ പ്രത്യേകത ഇല്ല, അന്ന് പ്രത്യേക സുന്നത്തില്ല, അതിന് പ്രത്യേക രീതിയില്ല, ഒന്നുമില്ല എന്നാ ഞങ്ങൾ പറഞ്ഞോടി. നിങ്ങൾ പറഞ്ഞെന്താ? ഇത് സ്വഹാബികൾ ചെയ്തു, താബീങ്ങൾ ചെയ്തു, ഈസാ നബി തുടങ്ങിച്ചു എന്നാ. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചത് അതിനെന്താ ന്യായമുള്ളത് എന്ന്. അപ്പൊ അതുകൊണ്ട് തസ്ബീത്ത് വളരെ കൃത്യമാണ്. തസ്ബീത്തിന് ആ വാചകങ്ങൾ തന്നെ ചൊല്ലണമെന്ന് യാതൊരു ഭാഷയും അതിന് ആ വാക്കിന് സവിശേഷത ഉണ്ടെന്നോ അതിന് പ്രത്യേകത ഉണ്ടെന്നോ ആ വാക്ക് പ്രത്യേകം സുന്നത്താണെന്നോ എവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുത്തം വിചാരിക്കുകയാണെങ്കിൽ വിദേഹത്തായി മാറും ചെയ്യും. ഈ വാക്കിനെ ചിലർ പ്രത്യേക സുന്നത്തിനൊരുത്തം ബാധിച്ചാൽ അതും വിദേഹത്താണ്. നബിദിനാഘോഷം വിദേഹത്തായതുപോലെ. അപ്പൊ നബിദിനാഘോഷം വിദേഹത്തായത് തസ്ബീത്തും കൊണ്ട് നിങ്ങൾ കൂട്ടിക്കഴിപ്പിക്കണ്ട. അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ താബീകളോ ജീവിതത്തിൽ എവിടെയും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപനവും നൽകിയില്ല. എന്നാൽ തസ്ബീത്തുമായി ബന്ധപ്പെട്ട അധ്യാപനം നൽകി. അത് ഇന്ന വാചകം ഉപയോഗിച്ചോളൂ, പറയാത്തത് കൊണ്ട് ഏത് ഉപയോഗിക്കാം. ഇന്ന വാചകം ഉപയോഗിക്കാൻ പ്രത്യേകം പറഞ്ഞാലോ ആ വാചകമേ ഉപയോഗിക്കാവൂ, വേറൊന്നും പറ്റൂല. ഇതിന് പ്രത്യേക വാചകം പഠിപ്പിച്ചില്ല. അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ച ആശയം വരുന്ന ഏത് വാക്കും ഉപയോഗിക്കാം. മലയാളത്തിലും ആവാം, ഇംഗ്ലീഷിലും ആവാം, അറബിയിലും ആവാം, ഉറുദുവിലും ആവാം, എങ്ങനെയാവാം, ഒരു വിരോധമില്ല. ഏത് വാക്കുമാകാം. എന്നാൽ നബിദിനാഘോഷം അങ്ങനെയല്ല. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും വന്നില്ല. നബിനെ സ്നേഹിക്കാൻ പറഞ്ഞു. അത് റബീഉൽ അവ്വലിക്ക് മാത്രമല്ലല്ലോ, കൊല്ലം മുഴുവൻ വിശ്വാസ ജീവിതത്തിൽ എല്ലാ സെക്കൻഡിലും ഉള്ളതാണ്. നിങ്ങൾ പറഞ്ഞല്ലോ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രത്യേക സുന്നത്തായിട്ട് പഠിപ്പിക്കുന്നത്. അതിന് ആയത്തുണ്ടെന്നാ പറഞ്ഞത്, അതിന് ഹദീസ് ഉണ്ടെന്നാ പറഞ്ഞത്, അതിന് മുൻഗാമിയുടെ മാതൃക ഉണ്ടെന്നാ പറഞ്ഞത്. അവിടെ ഞങ്ങൾ പറഞ്ഞത് ബിദ്അത്താണ്. അതിനാ മുൻഗാമിയുടെ കിതാബുകൾ ചോദിച്ചത് അല്ലാതെ സ്ഥാപിക്കാൻ കഴിഞ്ഞ് വായിക്കാൻ വേണ്ടി. അത് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അത് നിങ്ങൾ പറയേണ്ടതുണ്ട്. അല്ലാതെ സ്വഹാബികൾ അവിടെ കൂടി മദ് ചെയ്തു, താബീങ്ങൾ മദ് ചെയ്തു, ആർക്കാ ബാക്കവി തർക്കമുള്ളത്? അതിന് നമ്മളും ചെയ്യാണ്, ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട്. റസൂലുള്ളാഹിന്റെ മദ് ഞങ്ങൾക്ക് ഇപ്പൊ പയ്യമാസം എത്ര വേല ഞങ്ങൾ പറഞ്ഞു അറിയോ? പ്രവാചക സ്നേഹം എന്നുള്ള പേരിൽ റസൂലുള്ളാഹിന്റെ മദ് അവിടെയൊക്കെ പറഞ്ഞത്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആവശ്യകത അവിടെ പറഞ്ഞത്, അതിന് ആയത്തെ ദിവസം ഉദ്ധരിച്ചത്. അത് കൊല്ലം മുഴുവൻ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് കൃത്യമായി മറുപടി പറയും. ഇങ്ങനെയാണ് ദാരിമി മറുപടി പറയേണ്ടത്. അല്ലാണ്ട് രക്ഷപ്പെട്ട് വേറെ പഴയതും പറഞ്ഞിട്ട് രക്ഷപ്പെട്ടു പോവുകയല്ല വേണ്ടത്. കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി വല്ല വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളി, ഇൻഷാ അല്ലാഹ് അപ്പം പറഞ്ഞുതരും. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം തസ്ബീത്തും ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റൂല. നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ ഏറ്റവും മോശപ്പെട്ട ബിദ്അത്താണ്. ഒപ്പം അതിന്റെ ഭാഗമായി നിങ്ങൾ ചൊല്ലുന്നതിൽ ശിർക്കുമുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഇസ്ലാഹും എഴുതിയത്. അതാ പൊരുത്തത്തിലുണ്ട്, അല്ലാത്തിലുണ്ട്. മൗലവി ചോദ്യത്തിനാ മറുപടി പറയേണ്ടത്. മറുപടി പറഞ്ഞാൽ പോരാ, 4 മിനിറ്റ് അയച്ചു മറുപടി ആകൂല. എന്റെ ചോദ്യം എന്താണ്? നിങ്ങൾ ഓതിയ ഹദീസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹദീസ് ശരിക്കും വായിക്കണം, അറബി വായിക്കണം, മലയാളം പറഞ്ഞാൽ പോരാ. ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തിന, മയ്യിത്തിന്റെ മറമാടൽ പൂർത്തിയായിട്ടാണ് തസ്ബീത്ത് ചൊല്ലേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സമയമാകുന്നതിന് മുമ്പ്, മയ്യിത്തിന്റെ മറമാടൽ പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്നു. അതുതന്നെ റസൂലുള്ള പറഞ്ഞു കൊടുക്കാത്ത വാചകങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നു. ഈ ഒരു സമ്പ്രദായം നിങ്ങൾ പറഞ്ഞു. റസൂലുള്ള തസ്ബീഹ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇന്ന പദങ്ങളെ ആകാവൂന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഏതുമാവാം. എന്നാൽ ആ ന്യായങ്ങൾ വെച്ചിട്ട് സ്വഹാബത്ത് ചെയ്തോ? നിങ്ങൾ ഈ പ്രവൃത്തി സ്വഹാബത്ത് ചെയ്തോ?
മൂടുകല്ല് വെച്ചതിന് ശേഷം മീസാങ്കല്ല് വെക്കുന്നതിന് മുമ്പുള്ള ഈ പ്രവൃത്തി എന്തേ? നിങ്ങൾ ഈ പറഞ്ഞ ന്യായങ്ങൾ എന്തുകൊണ്ട് സ്വഹാബത്തിന് തിരിഞ്ഞില്ല? എന്തുകൊണ്ട് താബിഈങ്ങൾക്ക് തിരിഞ്ഞില്ല? താബിഈങ്ങൾക്ക് തിരിഞ്ഞില്ല? അതിന്റെ ശേഷക്കാർക്ക് തിരിഞ്ഞില്ല? കെ മൗലവിക്ക് തിരിഞ്ഞില്ല? ഇ കെ മൗലവിക്ക് തിരിഞ്ഞില്ല? മറ്റാർക്കും തിരിഞ്ഞില്ല? നിങ്ങൾക്ക് മാത്രം തിരിഞ്ഞത് എന്തേ? നിങ്ങൾ ഈ പറഞ്ഞ ന്യായങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അത് ബിദ്അത്തല്ല എന്ന് സമർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതേ ന്യായങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ നബിദിനാഘോഷം ബിദ്അത്തല്ല എന്ന് പറഞ്ഞൂടെ? നിങ്ങൾ പറഞ്ഞു മുൻഗാമികൾ ചെയ്തു കൊള്ളണമെന്നില്ല, റസൂലുള്ളാഹിന്റെ പൊതുവായ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ട തന്നെ അത് ബിദ്അത്തല്ലാതെയാകും. അപ്പൊ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. അസ്ൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രത്യേകമായ രൂപങ്ങൾ, ഓരോ കാലത്തുമുള്ള രൂപങ്ങൾ മുൻകാലത്ത് സ്ഥിരപ്പെട്ടു കൊള്ളണമെന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ന്യായം വെച്ചിട്ട് സ്വഹാബികൾ ആരെങ്കിലും ഈ ഒരു പണി ചെയ്തോ? കിതാബ് വായിക്കണം. താബിഈങ്ങൾ ആരെങ്കിലും ചെയ്തോ? കിതാബ് വായിക്കണം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ന്യായങ്ങൾ അവർക്കൊന്നും മനസ്സിലായില്ല അല്ലെ? എന്നിട്ട് അവരാരും ചെയ്യാത്തത്, കെ എം മൗലവി പോലും ചെയ്യാത്തതല്ലേ ഫൈസൽ മൗലവി നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ കെ മൗലവിക്കും തിരിയാത്തതാണോ നിങ്ങൾ ഈ പറഞ്ഞ ന്യായങ്ങൾ? എന്തുകൊണ്ട് നിങ്ങളുടെ ന്യായങ്ങൾ കെ മൗലവിക്ക് തിരിഞ്ഞില്ല? സ്വഹാബത്തിന് മനസ്സിലായില്ല, താബിഈങ്ങൾക്ക് മനസ്സിലായില്ല, ശേഷക്കാർക്ക് മനസ്സിലായില്ല. അപ്പൊ അവരാരും ചെയ്യാത്തത് ബിദ്അത്തല്ല എന്നും, എന്നിട്ട് നിങ്ങൾ പറയുന്നു നബിദിനാഘോഷം അവരാരും ചെയ്തിട്ടില്ല അതുകൊണ്ട് ബിദ്അത്താണ് എന്നും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് മർമ്മത്തിലുള്ള ചോദ്യമാണ്, അല്ലാതെ വിഷയത്തിനൊന്നും തെന്നിമാറിയ ചോദ്യമല്ല. നബിദിനാഘോഷത്തെ കുറിച്ച് നിങ്ങൾ ഈ ന്യായം പറഞ്ഞിട്ട് ബിദ്അത്താണ് എന്നും, അതേ സമയത്ത് തസ്ബീത്ത് ഈ ന്യായം ഉണ്ടെങ്കിലും അത് ബിദ്അത്തല്ല എന്നുള്ളതും, ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ടില്ല. പിന്നെ ഞാൻ എന്റെ ഒന്നാമത്തെ ചോദ്യം ഉണ്ടായിരുന്നു, ആ പൊരുത്തം എന്നാണ് നബിയുടെ പൊരുത്തത്തെ കുറിച്ച് നിങ്ങൾ അവിടെ പറഞ്ഞത്. എവിടെയാണ് ഇസ്ലാം മാസികയിൽ ആ പൊരുത്തം എന്നുള്ളത്? സ്വന്തം മാസികയുടെ പേരിലാണല്ലോ നിങ്ങൾ പച്ച കള്ളം പറഞ്ഞത്. എന്തേ സഹോദര, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും നിങ്ങളുടെ മറുപടിയിൽ പറയാൻ കഴിയാതിരുന്നത്? എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്നുകൂടി ഞാൻ എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. മുൻഗാമികൾ ചെയ്തില്ല അതുകൊണ്ട് റബീഉൽ അവ്വലിന് പിന്നെ ശിർക്കാണ്. അതേസമയത്ത് മുൻഗാമികൾ ചെയ്തിട്ടില്ല എന്നാലും നിങ്ങൾ ഈ പറയുന്ന തസ്ബീഹ് അത് ബിദ്അത്തല്ല, ശിർക്കല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം പറയൂ. വ്യത്യാസം നിങ്ങൾ പറഞ്ഞു റസൂലിന്റെ തസ്ബീഹ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് മറമാടി കഴിഞ്ഞതിന് ശേഷമാണ് സഹോദര, മുമ്പല്ല. നിങ്ങൾ ചെയ്യുന്നത് മുമ്പാണ്. മുമ്പുള്ള തസ്ബീഹ് റസൂലുള്ളാഹിന്റെ ഏത് ഹദീസിലാ തെളിവുള്ളത്? തെളിവ് പറയണം. റസൂലുള്ള മറമാടി കഴിയുന്നതിന് മുമ്പ് തസ്ബീഹ് പറയണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾ കൊണ്ടുവരൂ. ഒരാൾ ചൊല്ലിക്കൊടുത്ത് ഏറ്റു ചൊല്ലുക എന്നുള്ള പ്രവൃത്തി, ആ സമ്പ്രദായം ഉണ്ടായിരുന്നോ? സ്വഹാബത്ത് ആരെങ്കിലും ചെയ്തോ? എന്നിട്ട് തമ്മിലുള്ള വ്യത്യാസം പറയണം. ഇസ്ലാം മാസികയെ കുറിച്ചുള്ള മറുപടിയും പറയണം. മുസ്ലിം ഇടയ്ക്കത് കവറിങ് പോണത് നല്ലതാ. ആരാണ് ഇവിടെ മറമാടി കഴിഞ്ഞ മുമ്പ് ചെല്ലുന്നത് അപ്പൊ മനസ്സിലാവും. ഞങ്ങളൊക്കെ നാട്ടിൽ മുസ്ലിയാക്കന്മാർ ചെല്ലല്, വല്ല വഹാബി അവിടെ ഉണ്ടെങ്കിൽ ഓൻ തുടങ്ങുമെന്ന് പേടിച്ചിട്ട് ആരും ചാടി കയറിയിട്ട് മയ്യത്ത് കബർക്ക് ഇറക്കണം മുമ്പ് തുടങ്ങി ഓൻ ചൊല്ലല്. അപ്പൊ അവിടെ പോയി പറഞ്ഞു കൊടുക്കുക അത് ശരിയല്ലാന്ന്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട് അത് ശരിയല്ലാന്ന്. അത് നിങ്ങളും പറഞ്ഞോളി, അതിന് തർക്കമില്ല. മറമാടാൻ മുമ്പല്ല ചൊല്ലേണ്ടത്, മറമാടി കഴിഞ്ഞിട്ടാ ചൊല്ലേണ്ടത്. നിങ്ങളെ മൂലയന്മാര് ഞങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഓര് വേഗം മുന്നിൽ കയറി ചാടി ഓരവിടെ തുടങ്ങിയേക്കും, എന്നാലും വലിച്ച് കിളിയും കിട്ടുള്ളൂ അതിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് അത് ശരിയല്ല. നമ്മൾ നിങ്ങളൊക്കെ ഒന്നിച്ച് അംഗീകരിക്കുക, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഞങ്ങളെ ആൾക്കാർ പരമാവധി അത് കഴിഞ്ഞിട്ട് ചെയ്താൽ പഠിച്ചവരാണ്. ഇപ്പൊ ഞങ്ങളെ മുന്നിൽ കാണുമ്പോൾ നിങ്ങളെ മൂലയന്മാർ ചാടി കയറി ഒരു നേരത്തെ തുടങ്ങുന്നു. എന്നിട്ട് അത് ഞങ്ങളെ മേത്ത് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്നാ ഈ തസ്ബീത്ത് പറ്റിയത്? പണ്ട് നിങ്ങൾ തസ്ബീത്ത് ഉണ്ടായിനോ? നിങ്ങൾ അന്ന് തലക്കീനല്ലേനോ? അവിടെ പോയി ട്യൂഷെടുക്കല്ലേ? ഇപ്പൊ നിങ്ങൾ തസ്ബീത്ത് തുടങ്ങി. ഇവിടെ മുജാഹിദീങ്ങൾ തസ്ബീത്ത് പഠിപ്പിച്ചപ്പോ നിങ്ങളിങ്ങനെ മൂത്ത് നോക്കിയിരുന്നു എവിടുന്ന് അത് കിട്ടിയതൊക്കെ. ഞങ്ങളൊക്കെ മഹലിൽ അതിന്റെ പേര് കച്ചറ വരെ ഉണ്ടായിട്ടുണ്ട്. തസ്ബീത്ത് അങ്ങ് തുടങ്ങിയപ്പോ ഭയങ്കര ബഹളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എല്ലാ മൂലമായും തുടങ്ങി, കാരണം അതിനും പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പോലും മനസ്സിലാക്കി. അതുകൊണ്ട് അപ്പൊ ഏതായാലും അതാണ് പ്രശ്നമെങ്കിൽ മറമാടിന് മുമ്പ് ചെല്ലാൻ കുഴപ്പമെങ്കിൽ മുമ്പ് ചെല്ലാൻ പാടില്ല, ശേഷമാണ് ചൊല്ലേണ്ടത്. മറമാടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചൊല്ലേണ്ടത്. അത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, താബീങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3 നൂറ്റാണ്ടിലുണ്ട്, 14 നൂറ്റാണ്ടിലുണ്ട്. കെ എം മൗലിക്കും പരിചയമുണ്ട്, എല്ലാവർക്കും പരിചയമുണ്ട്. എന്നാൽ നബിദിനാഘോഷം അങ്ങനെയല്ല, അതാ വ്യത്യാസം. നബിദിനാഘോഷം സ്വഹാബത്തിന് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, താബിക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, 3 നൂറ്റാണ്ടിന് പരിചയമില്ല, 6 നൂറ്റാണ്ട് കാലത്ത് മുസ്ലിം ലോകത്ത് പരിചയമില്ല. ഷിയാക്കൾ കൊണ്ടുവന്നു, ഫാത്തിമിയാക്കൾ പ്രചരിപ്പിച്ചു, സൂഫിയാൾ എടുത്തു, പിന്നെ അങ്ങോട്ട് പ്രചരിപ്പിച്ചു. എന്താണ്ടായ ആ ജൂദായിസം തന്നെയാണ്, അതിൽ സംശയമില്ല. കെ എം മൗലവി പഠിപ്പിച്ച അതല്ല, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും ഈ പറഞ്ഞ മദഹിന്റെ ഹദീസും അതേപോലെ പ്രവാചക സ്നേഹത്തിന്റെ ഹദീസും ആയത്തും എല്ലാം കിട്ടിയിട്ടും സ്വഹാബികളെ ചെയ്തില്ല. എന്നാൽ തസ്ബീത്തിന് ഹദീസ് കിട്ടിയിട്ട് സ്വഹാബിമാർ ചെയ്തു. അവരെ പരസ്പരം വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിൽ നിൽക്കണം, അത് മറമാടി കഴിഞ്ഞിട്ട് ഒട്ടകത്തിനകത്ത് വിതരണം ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾ അവിടെ തസ്ബീത്തിനെ ചോദിക്കണം, എന്റെ റബ്ബിന്റെ ദൂതന്മാരോട് എനിക്ക് മറുപടി പറയാൻ അത് എനിക്ക് ഉപകാരപ്പെടും എന്ന തലത്തിൽ സ്വഹാബിമാർ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അത് താബിഈങ്ങൾ പ്രാവർത്തിയാക്കിയിട്ടുണ്ട്.
ഇമാം ഷാഫിന്റെ കിതാബിൽ തസ്ബീത്ത് പരാമർശിച്ചിട്ടുണ്ട്, 3 നൂറ്റാണ്ടിൽ ഇമാമിങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്, ഏത് നൂറ്റാണ്ടിൽ ജീവിച്ച ഫുഖഹാക്കളും ഓരോ കിതാബിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ നബിദിനാഘോഷം അങ്ങനെ പറഞ്ഞോ? അത് നേരത്തെ ചോദിച്ചത് എന്തേ ഉണ്ടാഞ്ഞത്? നബിദിനാഘോഷം അങ്ങനെ പറഞ്ഞോ? സഹാബികൾ ചെയ്തോ? റബീഉൽ അവ്വലും ചെയ്തോ? സഹാബി താബീങ്ങൾ ചെയ്തോ? ഷാഫി ഇമാം പറഞ്ഞോ? അതല്ലേ ഞങ്ങൾ നേരത്തെ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ 3 നൂറ്റാണ്ടിൽ ആരാണ് പറഞ്ഞത്? 3 നൂറ്റാണ്ടിൽ ജീവിച്ച ഏത് ഇമാമിന്റെ കിതാബിലുള്ളത് തസ്ബീത്തോ? ഓരോ എല്ലാവരുടെ കിതാബിലുണ്ട്. അബൂ ഹനീഫ ഇമാമിന്റെ കിതാബിലുണ്ട്, ഇമാം ഷാഫിന്റെ കിതാബിലുണ്ട്, ഇമാം അഹമ്മദിന്റെ കിതാബിലുണ്ട്, ഇമാം ബുഖാരിന്റെ കിതാബിലുണ്ട്. ഏത് കിതാബുകൾ എടുത്തോളി തസ്ബീത്ത് ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഓരൊക്കെ ആ മസല ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് ഈ പദം എവിടുന്ന് കിട്ടി? ആ പദം തന്നെ വേണമെന്നില്ല. ഏത് പദമാവാം, ഏത് പദമാവാം, ഈ പദം തന്നെ വേണമെന്നില്ല. തസ്ബീത്ത് റസൂൽ പഠിപ്പിച്ചു, പ്രത്യേക പദം നബി പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ഏത് പദവുമാകാം. ആ ആശയം കിട്ടുന്നത് ഏത് പദവും ഏത് ഭാഷയിലുമാവാം, ഒരു തർക്കമില്ല. അതിന്റെ സൗകര്യത്തിൽ ഒരു പദം എടുത്തതേ ഉള്ളൂ. ഏത് പദം, ആ പദത്തിന് സവിശേഷത ഉണ്ടോ? ഇല്ല, ഒരു സവിശേഷത ഇല്ല. ആ പദത്തിന് വല്ല സവിശേഷത ഉണ്ടോ എന്ന് വിശ്വസിച്ചാലോ, അത് റസൂൽ പഠിപ്പിച്ച പദാന്ന് വിശ്വസിച്ചാലോ വിധേയത്തായും ചെയ്തു. അതിലൊരു തർക്കമില്ല. നബിദിനാഘോഷം അങ്ങനെയല്ല. നബിദിനാഘോഷം നിങ്ങൾ റബീഉൽ അവ്വലിൽ സവിശേഷത കൽപ്പിക്കുന്നു, 1 മുതൽ 30 നിങ്ങൾ ആഘോഷിക്കുന്നു, 12 പ്രത്യേകത കൽപ്പിക്കുന്നു, അതിന് ആയത്ത് ഹദീസ് ഉണ്ടെന്ന് പറയുന്നു, അത് സ്വഹാബികൾ ചെയ്തു എന്ന് പറയുന്നു, എന്നാൽ കാണിക്കാൻ കഴിയുന്നുമില്ല. അത് ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ തന്നെ പിൽക്കാലത്ത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. എന്നാണ് തുടങ്ങിയത്? അന്ന് മുതൽ തന്നെ പണ്ഡിതന്മാർ ബിദ്അത്താണ് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. നേരത്തെ കുറെ വായിച്ചു നിങ്ങൾ, പിന്നെ ബിദ്അത്തല്ല എന്ന് പറഞ്ഞോല് കുറെ ഇമാമിന്റെ പേരിങ്ങനെ വായിച്ചതൊക്കെ വലിയ വലിയ ഇമാമിങ്ങൾ തോന്നിപ്പോകും. അതിലുമാണെങ്കിൽ ഇമാം എംടിയും വായിക്കാം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. എന്നാൽ ഇത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ തന്നെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ എത്ര ഇമാമിങ്ങൾ എന്നല്ല ഒട്ടുമിക്ക എല്ലാവരും ബിദ്അത്ത് എന്ന് പറഞ്ഞവരുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും ഒരിക്കലും കൂട്ടിക്കൽപ്പിക്കാൻ പറ്റൂല എന്ന് വ്യക്തമാക്കുക. ഇസ്ലാഹ് മാസികയെ പറ്റി പറഞ്ഞ കളവിനെ കുറിച്ച് ഒരക്ഷരം പറയാം. ഇസ്ലാഹ് മാസികയെ അധികരിച്ചുകൊണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ നടന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യം. ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം അതേ പൊരുത്തമാണ് റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിലൂടെ നബിദിനം ആഘോഷിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് എന്ന പച്ചക്കള്ളം ഇസ്ലാഹ് മാസികയുടെ പേരിൽ പറഞ്ഞ മൗലവി ഇപ്പൊ ഇസ്ലാഹ് മാസിക തൊടാൻ അയാൾക്ക് പേടിയായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി പിന്നെ മൗലവി പറഞ്ഞത് എന്താണ്? മറമാടുന്നതിന് മുമ്പായിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നത് അത് തെറ്റാണെന്ന് എവിടെയുള്ളത്? അത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്കത് തെറ്റാണെന്ന് അഭിപ്രായമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ സംവാദത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു അത് തെറ്റാണ്, സംവാദത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു അത് തെറ്റാണ്. പക്ഷെ എന്നാൽ നിങ്ങളുടെ മുജാഹിദുകളുടെ മുഴുവൻ പ്രവർത്തകന്മാരും, ജിന്നു മുജാഹിദാവട്ടെ, KNM ആവട്ടെ, അല്ലാത്ത മുജാഹിദാവട്ടെ, എല്ലാവരും ചൊല്ലുന്നത് മറമാടി കഴിയുന്നതിന് മുമ്പാണ്. അപ്പൊ അവരൊക്കെ മുബ്തദിഈങ്ങളാണോ? ഇനി ഈ സംവാദം കേട്ടിട്ട് നിങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ട് നന്നായെങ്കിൽ മാത്രമേ അവർ സുന്നികളാവുള്ളൂ. അപ്പൊ ഇതുവരെ അവരൊക്കെ മുബ്തദിഈങ്ങളാണോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ നിങ്ങൾ പറയുന്നത് എന്താ? ഞാൻ ഒന്നുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവരെ ഏറ്റുചൊല്ലുക എന്നൊരു സമ്പ്രദായം കൂടി നിങ്ങൾ നടത്തുന്നുണ്ട്. ഇനി അതും തെറ്റാണ്. നിങ്ങൾ അടുത്ത മറുപടിയിൽ പറയണം കേട്ടോ, അതും തെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വഹാബത്ത് അങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവരെ ഏറ്റുചൊല്ലിയിട്ടുണ്ടോ? അതുപോലെ തന്നെ താബീങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? കേമോലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? തസ്ബീഹ് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുന്നികൾ തസ്ബീഹ് ചോദിച്ചിട്ടില്ല. സുന്നികളാണ് പണ്ട് കാലം മുതൽക്കേ തസ്ബീഹ് ചോദിക്കുന്നത്. തൽഖീൻ കഴിഞ്ഞതിന് ശേഷം അതാ ഒരാൾ പറയുന്നു അല്ലാഹുമ്മ സബ്ബിത്ഹു വലഖിൻഹുൽ ഹുജ്ജത വർഫഅ ദറജതഹു ഫിസ് സാലിഹീൻ എന്ന് ഒരാൾ പറയുമ്പോൾ ബാക്കിയുള്ളവർ ആമീൻ പറയുന്നു. ഈ സമ്പ്രദായം സുന്നികൾ പഴയ നൂറ്റാണ്ടുകളായിട്ട് നടപ്പിലാക്കിയതാണ്. നിങ്ങൾ പറയുന്ന തസ്ബീഹ്, നിങ്ങൾ നടപ്പിലാക്കിയ തസ്ബീഹ് എന്ന് പറയുന്നത് മറമാടി കഴിയുന്നതിന് മുമ്പാണ്. മറമാടി കഴിയലോടുകൂടി നിങ്ങൾ ഓടാനാണ് പതിവ്. അല്ലാതെ മറമാടി കഴിഞ്ഞതിന് ശേഷം ഒട്ടകത്തിന്റെ മാംസമർത്തി വിതരണം ചെയ്യുന്ന അത്രയും സമയം തസ്ബീഹ് ചൊല്ലുന്ന ഒരു ഏർപ്പാട് നിങ്ങൾക്കില്ല. ഇനി ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവരെ ഏറ്റെടുക്കുക എന്നുള്ള പരിപാടി അതും കുഴപ്പമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസ്ബീഹ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇങ്ങനെയും ആവാം എന്നാണെങ്കിൽ എന്തുകൊണ്ട് സ്വഹാബത്ത് ചെയ്തില്ല, താബീങ്ങൾ ചെയ്തില്ല? എന്നിട്ടും അത് ബിദ്അത്തല്ല. പക്ഷേ നബിദിനാഘോഷം അത് ബിദ്അത്താണ്. എന്താ തമ്മിലുള്ള വ്യത്യാസം? എന്റെ ചോദ്യം വീണ്ടും ഇവിടെ അവശേഷിക്കുകയാണ്. മൗലവി നബിദിനാഘോഷം ആഘോഷിക്കണം എന്നാണ് നിങ്ങളോട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ മൗലവി ജൂതനാണോ? മൗലവി മുശ്രിക്കാണോ? ഇതാണ് ഞങ്ങളുടെ അടുത്ത ചോദ്യം. ഞങ്ങളുടെ ചോദ്യം ഒന്നുകൂടി ക്ലിയർ ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നു ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത് അത് ബിദ്അത്താണ്, അല്ലെങ്കിൽ അത് ശിർക്കാണ്. അങ്ങനെയാണെങ്കിൽ നബിദിനം ആഘോഷിച്ച നിങ്ങളുടെ നേതാക്കന്മാര് മുബ്തദിഈങ്ങളാണോ മുശ്രിക്കീങ്ങളാണോ?
ആണെങ്കിൽ അവരുടെ പിന്നിൽ നിങ്ങൾ അവരുടെ പ്രസ്ഥാനത്തിൽ അണിചേരുന്നതിന്റെ വിധി എന്താണ്? ഇതാണ് ഞങ്ങൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാം മാസികയുടെ പച്ചക്കള്ളം നിങ്ങൾ തിരുത്തിയോ? രണ്ടാമത്തെ ചോദ്യം, ഈ പ്രത്യേക രൂപത്തിലുള്ള നിങ്ങളുടെ ഈ തസ്ബീഹ് സമ്പ്രദായം മുൻഗാമികൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ബിദ്അത്തല്ല മറ്റേത് ബിദ്അത്താണ് എന്ന് നിങ്ങളുടെ ന്യായത്തിലും വാദത്തിലും എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? അതിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ എന്റെ ചോദ്യം, KM മൗലവിയും EK മൗലവിയും MCC മൗലവിയും ഒക്കെ നബിദിനമാഘോഷം കൊണ്ടാടിയവരും കൊണ്ടാടേണ്ടതാണെന്ന് പ്രചോദിപ്പിച്ചവരും ആണ്. അവര് ചെയ്തത് ശിർക്കാണോ ബിദ്അത്താണോ? അവർ മുബ്തദീങ്ങളാണോ മുശ്രിക്കീങ്ങളാണോ? അവരുടെ പിന്നിൽ അണിചേരുന്നതിന്റെ വിധി എന്താണ്? അതാണ് അടുത്ത ചോദ്യം. നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു അവർ ഒറിജിനൽ മുജാഹിദാണ്. നേരത്തെ MT പറഞ്ഞത് KM മൊഴിയാണ് ഒറിജിനൽ മുജാഹിദ്, ഞങ്ങളാണ് 19 സ്ഥാനം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു മുബ്തദിയാണോ? അല്ല, MT മുബ്തദിയല്ല. നിങ്ങൾ ഈ കൊണ്ടെടുക്കണ മൗലിദാഘോഷം പോലും നടത്തിയിട്ടില്ല, ഒരു ശിർക്കോട്ട് ചെയ്തിട്ടില്ല, നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. മാത്രമല്ല ഈ നിങ്ങൾ ചൊല്ലുന്ന മങ്കൂസും സദഫനാമും അതിലൊക്കെയുള്ള ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തും തുറന്നു കാണിച്ച് ലേഖനം എഴുതിയ മനുഷ്യന്മാരവരൊക്കെ, അല്ലാതെ ഓരാരും നിങ്ങൾ പറഞ്ഞ ശിർക്കും കൊണ്ടുവരുന്നതല്ല. നിങ്ങൾ സമൂഹത്തെ കൊണ്ട് മൗലിദാഘോഷം ചെയ്യിച്ചപ്പോ ശരിയായിട്ട് എന്താ എങ്ങനെ നബിനെ സ്നേഹിക്കേണ്ടത് പഠിപ്പിക്കാൻ വേണ്ടി അതിന് പേരുണ്ടാക്കിയ മനുഷ്യന്മാരവര്. ഇതുപോലെ ഞങ്ങൾ പ്രബിധപ്പെടുത്തിയിട്ടുണ്ടല്ലോ പ്രവാചക സ്നേഹം എന്ന പേര് വയലൊക്കെയുണ്ട് എന്ന പോലെ. ഞങ്ങളെ വയലിപ്പോ ഈ മാസം ഫുള്ളാതായിരുന്നു പ്രവാചക സ്നേഹം. അതെന്തിനാ? നിങ്ങൾ സമുദായത്തിൽ തെറ്റായി കൊണ്ടുപോകുമ്പോൾ അത് ശരിയല്ലാതെ പഠിപ്പിക്കാന്. അങ്ങനത്തെ പണി പോലും ചെയ്തിട്ടുണ്ട്. അവിടെ ശിർക്കും ചെയ്തിട്ടില്ല, ബിദഅത്തും പോലും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഏർപ്പാടുകൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. പിന്നെ ഇസ്ലാഹി മാസി അവർക്ക് വലിയ വിഷയം ഞാൻ നേരത്തെ വായിച്ചല്ലോ. ഇസ്ലാഹി മാസി നേരത്തെ വായിച്ചു. എന്താ ഉള്ളത്? എന്നാൽ മൗലിദ് ആഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബിയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം തന്നെ ശിർക്കാണ് എന്നാ ഞാൻ നേരത്തെ വായിച്ചത്. അത് ഞാൻ നേരത്തെ വായിച്ചതല്ലേ, എന്റെ ചോദ്യ സമയത്തും വായിച്ചതാണ്, അതിനിപ്പോഴും വായിക്കുന്നു. അപ്പൊ അള്ളാന്റെ പൊരുത്തമല്ല കാക്ഷിക്കുന്നത്, മറിച്ച് നബിയുടെ പൊരുത്താണ്. അവിടെയാണ് പ്രശ്നം. അള്ളാന്റെ പൊരുത്തം കാക്ഷിക്കേണ്ട സ്ഥാനത്ത് അത് കാക്ഷിക്കാതെ നബിന്റെ പൊരുത്തം കാക്ഷിക്കുന്നു. അതുകൊണ്ട് ആ നിലയിൽ മൗലിദാഘോഷം ശിർക്കാണ് എന്ന ഇസ്ലാഹിയതിൽ അല്ലെങ്കിൽ തർക്കല്ലേ? നിങ്ങൾ പറഞ്ഞാൽ പോലെ ആ പൊരുത്താണോ ആ നിലയിലാണോ? അത് ഞങ്ങൾക്കും തർക്കമില്ല, ഞങ്ങൾ എഴുതിയാ പോലെ. നിങ്ങൾ പറഞ്ഞെന്താ? ഇസ്രായേൽ പറഞ്ഞ നിബന്ധന പ്രകാരം തന്നെ ഇത് ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞത്. അവിടെ ഞങ്ങൾ ചോദിച്ചത് അപ്പൊ അതിലൊന്നും വെറുതെ ഇടങ്ങാറുണ്ടാക്കണ്ട, അതൊക്കെ വളരെ ക്ലിയറായി MT അടക്കം സംഗതി മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്താ ഒട്ടക അത്ര വിതരണം ചെയ്യുന്ന അത്ര സമയങ്ങൾ നിൽക്കലില്ല. നിൽക്കങ്ങളെ മൂലമാരയക്കണ്ടേ? നിങ്ങളെ മൂലമാരയക്കണ്ടേ? മറമാടി കഴിഞ്ഞ മണ്ണിട്ട് കഴിയുമ്പോഴേക്ക് ഒരു വന്നു ട്യൂഷൻ എടുക്കാൻ വേണ്ടി. അവിടെ വന്ന് തുടങ്ങിയ യാ അബ്ദുള്ള ഇവനാമത്തില്ല എന്നിട്ട് ഒരു തുടങ്ങുക അവിടെ. അപ്പൊ പിന്നെ നമ്മൾ ഒഴിഞ്ഞൊടുക്കാൻ പറഞ്ഞു ചെയ്യാം. കാരണം ഒരിക്കൽ അതുകൊണ്ട് ലാഭമുള്ളൂ, അതുകൊണ്ടേ ഒരിക്കൽ പണം കിട്ടുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഒഴിഞ്ഞൊടുക്കുന്ന ഞങ്ങളെ ഖബർസ്ഥാനങ്ങളും നോക്കി, മുജാഹിദീങ്ങൾ മാത്രം കൊടുക്കുന്ന മോലന്മാർ ഒരു ശല്യമില്ലാത്ത മഹല്ലിനും ഖബർസ്ഥാനും പോയി നോക്കി. അവിടെ മറമാടിക്കഴിഞ്ഞ് പരമാവധി സമയം നിന്ന് തസ്ബീത്ത് ചെല്ലി എല്ലാ സുന്നത്തും പൂർത്തിയാക്കിയിട്ട് അവിടുന്ന് പോലുള്ളത്. എന്നുവെച്ചാൽ നിങ്ങളെ ഖബർസ്ഥാനിൽ ഞങ്ങളായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ മൂലയന്മാർ കാത്തിരിക്കാം. മറമാടി മീസാങ്ങൾ കുത്തുമ്പോഴേക്ക് മൂലയിൽ വന്ന് തലക്കാൻ പോത്തിരുന്നു. എന്നിട്ട് മൂപ്പര് തുടങ്ങി. അപ്പൊ പിന്നെ സ്വാഭാവികം ചെയ്യാ, പിന്നെ ഞങ്ങൾ പോലെല്ല എന്താ ചെയ്യാ? അപ്പൊ നിങ്ങളാണ് ആ സുന്നത്ത് നടപ്പാക്കാൻ സമ്മതിക്കാത്തത്. മറമാടുന്നതിന് മുമ്പ് തസ്ബീത്തില്ല, മറമാടിക്കഴിഞ്ഞ് എല്ലാം പൂർത്തിയായതിനു ശേഷമാണ് തസ്ബീത്തുള്ളത്. അത് ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റോ ചൊല്ലേണ്ടതും അല്ല. ഞങ്ങൾ അതും ചൊല്ലില്ല, ഞങ്ങൾ ഒന്നായിട്ട് ചൊല്ലില്ല. നിങ്ങൾ അവിടെയും കയറിക്കൂടുന്ന മൂലയെ തുടങ്ങും ചൊല്ലിക്കൊടുക്കല്. നിങ്ങളെ കുഴപ്പക്കണ്ട എല്ലാ വിധേയത്വങ്ങളും ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങോട്ട് പുത്തമസ്ഥാനം പറയും ചെയ്യാം. എല്ലാ വിധേയത്വങ്ങളും കൊണ്ടുവരാ, ഇങ്ങോട്ട് വിധേയത്തിന് കക്ഷികൾ ഇങ്ങോട്ട് ആരോപിക്കും ചെയ്യാം. അപ്പൊ ആ നമ്പർ അവിടെ നിന്നോട്ടെ. ഞങ്ങൾ തസ്ബീഹ് ചെല്ലുമ്പോഴേ നിങ്ങളെ മൂലയിൽ വരും, മൂപ്പരെ തുടങ്ങും ചൊല്ലിക്കൊടുക്കാൻ. അപ്പൊ ബാക്കിയുള്ള ബാക്കിലേക്ക് പോകും, മൂപ്പര് ഉറക്കെ ചൊല്ലും, മറ്റോ ബാക്കിലേക്ക് പോകും. മരിച്ചോടത്ത് അങ്ങനത്തെ അല്ലേ? ഞങ്ങൾ മരിച്ചോടത്ത് എല്ലാവരും പ്രാർത്ഥിക്കലുണ്ട്. നിങ്ങളെ മൂലയിൽ എന്നാലോ അൽഫാത്തിഹ മൂപ്പര് ഉറക്കെ തുടങ്ങും. അപ്പൊ ബാക്കിയുള്ള പിന്നെ മെല്ലായി ഓൻ ബാക്കിലായി, മൂലയ്ക്ക് ലാഭം വേറെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങളെ മേലെ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഏതായാലും 3 ചോദ്യം കൃത്യമായി മറുപടി പറഞ്ഞു. എല്ലാം വളരെ വ്യക്തി ഇസ്ലാഹി മാസിക ഞാൻ വായിച്ചു. തസ്ബീത്തിന്റെ വിഷയം പറഞ്ഞു, കേമോലിന്റെ വിഷയം പറഞ്ഞു. നിങ്ങൾ ആരെ പിടിച്ചിട്ടും ഏത് കേമോലെ പിടിച്ചാലും ഏത് അൽമുഷ് എടുത്താലും നിങ്ങളെ നബിദിനാഘോഷം ശുദ്ധ ബിദഅത്ത് തന്നെയാണ്. അത് ജൂദായിസം തന്നെയാണ്, അത് ഷിയായിസം തന്നെയാണ്, അത് ഫാത്തിമിയാക്കൾ കൊണ്ടുവന്നതാണ്. അല്ലാതെ മുസ്ലിം ലോകത്ത് അതിന് ഒരു അഡ്രസ്സും ഇല്ല. മുൻഗാമികൾക്കാർക്ക് ഇത് പരിചയമില്ല, ഒരാളും പഠിപ്പിച്ചിട്ടുമില്ല. അത് കേമോലും പഠിപ്പിച്ചിട്ടില്ല, അത് അൽമുസ്ലിം പഠിപ്പിച്ചിട്ടില്ല, അത് മുജാഹിദുകളോട് അംഗീകരിച്ചിട്ടുമില്ല. ഒരു പ്രശ്നം ആ വിഷയത്തിലില്ല. നിങ്ങൾ കൊണ്ടെടുക്കുന്ന ശുദ്ധ ജൂദായിസമാണ്, ഷിയായിസമാണ്. അത് ഇസ്ലാമിന്റെ പേരിൽ പിൽക്കാലത്ത് ഫാത്തിമിയാക്കളെ ജൂതന്മാർ കൊണ്ടുവന്നതാണ്. അത് ഒരിക്കലും ന്യായീകരിക്കാവതല്ല. അത് നിങ്ങൾ ആയത്തും ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കുന്നു എന്ന് മാത്രം.
ഫാത്തിമിയാക്കളായ ജൂതന്മാർ കൊണ്ടുവന്നതാണെന്ന് ഫൈസൽ മൗലവി പറയുന്നത് ആരോടാണ്? കെ എം മൗലവിയോടാ പറയുന്നത്. കെ എം മൗലവി എന്താ എഴുതിയിട്ടുള്ളത്? എന്താ കെ എം മൗലവി നബിദിനാഘോഷത്തെ പറ്റി പറഞ്ഞത്? നബിദിനാഘോഷത്തെ പറ്റി കെ എം മൗലവി ആഘോഷിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഈ മൗലവി എന്തേ അൽ മുർഷിദ് വായിക്കാത്തത്? അൽ മുർഷിദ് എന്തുകൊണ്ട് വായിക്കുന്നില്ല? അൽ ഇർഷാദ് എന്തുകൊണ്ട് വായിക്കുന്നില്ല? വായിക്കൂ മൗലവി, വായിച്ചിട്ട് മറുപടി പറയണം. തൊള്ളോട് ഇങ്ങനെ തൊള്ളപ്പൊട്ടടിച്ചാ പോരാ. ഞാനിതാ വായിക്കുന്നു. പ്രജാവത്സലനായ ഭരണാധികാരി, ദീനദയാലുവായ പ്രഭു, ഉത്കൃഷ്ട പരിശീലകനായ ഉത്തമ ഗുരു, ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു. ജൂതന്മാരും ഫാത്തിമിയാക്കളും കൊണ്ടാടി എന്നല്ല പറഞ്ഞത്. മുസ്ലിം ലോകത്തിന് ജൂതന്മാർ കേട്ടോ, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. കൊണ്ടാടണം എന്നാ പറഞ്ഞത്. ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നത് കൊണ്ട് തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. അത് കൊണ്ടാടുക എന്നുള്ള ആഘോഷ രീതിയെ സംബന്ധിച്ചല്ലേ പറയുന്നത്. ഫവലദത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് എഴുതിയത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞെന്താ, ഞങ്ങൾ പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രസംഗം നടത്തുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ സ്വഹാബത്ത് പ്രസംഗം നടത്തിയിട്ടുണ്ടോ? താബിഈങ്ങൾ പ്രസംഗം നടത്തിയിട്ടുണ്ടോ? താബിഈങ്ങൾ പ്രസംഗം നടത്തിയിട്ടുണ്ടോ? അത് പറയണം. അത് പറയാതെ നിങ്ങളിപ്പോ ചെയ്തത്, നിങ്ങളിപ്പോ വിദഅത്തുകാരനായില്ലേ? നിങ്ങളെ വാദപ്രകാരം നിങ്ങൾ വിദഅത്തുകാരനായില്ലേ? റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ പ്രസംഗം നടത്തുന്നത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തെളിവ് പറയൂ. തെളിവില്ലെങ്കിൽ ഇതാ ഫൈസൽ മൗലവി പക്കാ മുബ്തദി ആയിരിക്കുന്നു. ഫൈസൽ മൗലവിയുടെ വാദപ്രകാരം എന്താണ് വാദം? റബീഉൽ അവ്വൽ മാസത്തിൽ മുൻഗാമികൾ ചെയ്യാത്തതൊക്കെ ബിദ്അത്താണ്. അതുകൊണ്ട് ഫൈസൽ മൗലവി മുബ്തദി ആയിരിക്കുന്നു. പിന്നെ ഫൈസൽ മൗലവി ഇസ്ലാം ഭാഷയെ കുറിച്ച് വായിച്ചത് ഇപ്പൊ തിരുത്തിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റെക്കോർഡ് പരിശോധിക്കണം. ഫൈസൽ മൗലവിയുടെ അവസാനത്തെ മറുപടിയിൽ, ഫൈസൽ മൗലവി അവസാനത്തെ പ്രഭാഷണത്തിൽ ഫൈസൽ മൗലവി നടത്തിയ ഒരു എന്താ പറയാ, ഇസ്ലാം മാസികയെ സംബന്ധിച്ചുള്ള ഒരു പച്ചക്കള്ളമുണ്ട്. അതിൽ അദ്ദേഹം വായിച്ചത് എന്താണ്? ആ അള്ളാഹുവിന്റെ പൊരുത്തം, ആ പൊരുത്തമാണ് റസൂലുള്ളാഹി എന്ന് കാംക്ഷിക്കുന്നത് എന്നാണ്. ഇപ്പൊ പറയുന്നത് എന്താണ്? മൗലിദ് ആഘോഷിക്കുന്ന പ്രസ്തുത ആരാധനാ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊരുത്തമാണ്. ആ നിലയിൽ നല്ല നിങ്ങൾ നേരത്തെ വായിച്ചത് ആ പൊരുത്തമാണ്. പൊരുത്തം അള്ളാഹുവിന്റെ പൊരുത്തമാണ് റസൂലിൽ നിന്ന് കാംക്ഷിക്കുന്നത് എന്ന് പച്ചക്കള്ളം ഇസ്രായേലിന്റെ പേരിൽ വായിച്ചിട്ട് ഇപ്പൊ പറയുന്നു ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് റെക്കോർഡ് ഇവിടെ ഉണ്ട്. നാളെ അത് പ്ലേ ചെയ്തിരിക്കും, യൂട്യൂബിൽ ലഭിക്കും, എല്ലാ ആളുകൾക്കും ലഭിക്കും. നിങ്ങളുടെ പച്ചക്കള്ളം നിങ്ങൾ തന്നെ തിരുത്തുന്ന അരങ്ങം ഇൻഷാ അല്ലാഹ് നമ്മുടെ സംവാദത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാനിതാ ഇവിടെ കെ എം മൗലവി ജൂതനാണോ, കെ എം മൗലവി മുശ്രിക്കാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. കെ എം മൗലവി ഇവിടെ വ്യക്തമായിട്ട് നബിദിനാഘോഷം കൊണ്ടാടേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നബിദിനാഘോഷം ശിർക്കാണ്, ബിദ്അത്താണ്, ഹറാമാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നബിദിനാഘോഷം ശിർക്കും ബിദ്അത്തും ഹറാമാണെന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? നബിദിനാഘോഷം ശിർക്കും ബിദ്അത്തും ഹറാമാണെന്ന് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? നബിദിനാഘോഷം ശിർക്കും ബിദ്അത്തും ഹറാമുമാണെന്ന് ഇജ്മാ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ? നബിദിനാഘോഷം ശിർക്കും ബിദ്അത്തും ഹറാമുമാണെന്ന് ഖിയാസ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇത് നാല് നിങ്ങൾ ചോദിക്കാൻ കാരണം എന്താണ്? ഇതാണ് നമ്മുടെ പ്രമാണം. ടൈം ഓവറായി എന്ന് എഴുതി കാണിക്കുന്നു. ഞാൻ നിർത്തും. ആ പറഞ്ഞ നാല് കൊണ്ട് തെളിയിക്കാൻ കഴിയും. എല്ലാം വളരെ വ്യക്തമാണ്. എല്ലാം തെളിയിച്ചാലും ചെയ്യാം. അപ്പൊ ഇസ്ലാഹി മാസിക ഞാൻ നേരത്തെ വായിച്ചു ആ നിലയിൽ തന്നെയാണ്. ഈ നാളെ റെക്കോർഡ് പ്രയോഗിക്കുമ്പോ ഒന്ന് കേട്ടിട്ട് പ്രയോഗിച്ചാൽ മതി. പ്രയോഗിച്ച ഈസിൽ കൊടുക്കാൻ നിൽക്കണ്ട. ഞാൻ നേരത്തെ ഇസ്ലാഹി വായിച്ചപ്പോ ആ നിലയിൽ ഇത് തന്നെയാണ് വായിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ നില എന്താണ് ഞാൻ വിശദീകരിച്ചു. അതാണ് ആ പിടുത്തുന്നത്. അത് ഞാൻ എപ്പോഴും പറയുന്നു. അത് ഇപ്പോഴും പറയുന്നു. അത് നാളെ നിങ്ങൾ പ്രയോഗിച്ചോളൂ, നമുക്ക് അപ്പം നോക്കാലോ. നിങ്ങൾ പ്രയോഗിക്ക്, അതാ വേണ്ടത്. അതേപോലെ ഇപ്പൊ റബീഉൽ അവ്വൽ പ്രത്യേക പ്രസംഗം സഹാബകൾ ചെയ്തിട്ടുണ്ടോ എന്നാ. റബീഉൽ അവ്വൽ ഒരു തെറ്റ് ഇവിടെ കാണുമ്പോൾ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കും. ഉറപ്പല്ലേ? അന്ന് തെറ്റവിടെ ഇല്ലാത്തത് പറയേണ്ടി വന്നില്ല. ഇവിടെ റബീഉൽ മാസം വന്നാൽ നിങ്ങൾ തുടങ്ങി ഇസ്ലാമിന്റെ പേരിൽ ഈ ബിദഅത്തും ഖുറാഫാത്തും പ്രചരിപ്പിക്കൽ. അപ്പൊ ഞങ്ങൾ സ്റ്റേജ് ഇട്ടി ഇത് ബിദഅത്താണ് ഖുറാഫാത്താണ് പറഞ്ഞെടുത്തു. കാരണം എന്താ? തെറ്റ് എവിടെ കണ്ടാലും തിരുത്തണം. തെറ്റ് എവിടെ കണ്ടോ തിരുത്തണം. അപ്പൊ ഇവിടെ തെറ്റ് കണ്ടു, ആ തെറ്റ് റബീഉൽ അവ്വലാ കണ്ടത്, അപ്പൊ അന്ന് തിരുത്തി. ഈ റബീഉൽ ആഖിർ ജീലാന്റെ പേരിൽ വേറെ ബിദഅത്ത് കൊണ്ടുവരും, അപ്പൊ അത് തിരുത്തും. ഓരോ സമയത്ത് റജബിലങ്ങൾ മിറാജിന്റെ പേര് ബിദഅത്ത് കൊണ്ടുവരും, അപ്പൊ അത് തിരുത്തും. റമദാനങ്ങൾ സ്വലാത്ത് കച്ചവടം ചെയ്യും, അപ്പൊ അത് തിരുത്തും. നിങ്ങൾ മുടിവെള്ളം വെക്കും, അപ്പൊ അത് തിരുത്തും. എപ്പോഴാണോ തെറ്റ് വരിക അത് തെറ്റാന്ന് പറഞ്ഞു കൊടുക്കും. അതാണ്. അല്ല റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചക സ്നേഹം വഴി വെച്ചാൽ പ്രത്യേക കൂലിട്ട് ചോദിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ച അതും ബിദഅത്തല്ല, സംശയമൊന്നുമില്ല. അതല്ല ഇസ്ലാമിന്റെ അസ്ലി. പിന്നെ അൽ മുർഷിദാണ്. അൽ മുർഷിദ് ഞാൻ വായിച്ചരാ. അൽ മുർഷിദില് ഈ പിന്നെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പലപ്പോഴായി ലേഖനം വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ലേഖനം ഞാൻ വായിക്കാം. എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം? അത് പറഞ്ഞല്ലോ കൊണ്ടാടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി
ഇന്ന് നാം റബീഉൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. എന്നിട്ടാ പറയണത്, റബീഉൽ മാസം വന്നാൽ വീടുതോറും മൗലൂദ് ഓതുന്ന സമ്പ്രദായമാണ് അനേകകാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചര്യകൾ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലൂദുകളാവട്ടെ നമ്മൾ അധിക പേർക്കും അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അവയിൽ ഇല്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണെന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയിലുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിൽ നിന്ന് ചൊല്ലിപ്പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്? മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കയില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും അതുതന്നെ. റബീഉൽ അവ്വൽ കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? ഇത് മൽമുർഷിദ. അപ്പൊ ഈ നാട്ടിലെല്ലാവരും ആഘോഷിക്കുന്നുണ്ട്, മുസ്ലിം ലോകം കൊണ്ടാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ കൊണ്ടാടേണ്ടത്? ഇങ്ങനൊന്നുമല്ല. പിന്നെ എങ്ങനെയാ വേണ്ടത് എന്ന് താഴെ കൊടുത്ത് നീ എങ്ങനെ കൊണ്ടാടണം? ആയത്ത് കൊടുത്ത് ഖുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു തആലയുടെ സ്നേഹത്തിന് അവകാശികളായി തീരുകയും പാപങ്ങളിൽ നമുക്ക് മോചനം ലഭിക്കുകയും വേണമെങ്കിൽ നാം നബിയെ അനുകരിക്കണമെന്ന് മേൽ പറഞ്ഞ ആയത്ത് കൊണ്ട് നല്ലവണ്ണം പ്രസിദ്ധപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കാം. എന്നിട്ട് പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളത് അതിനുശേഷം പിന്നെ വിശദീകരിക്കാം. അപ്പൊ കൃത്യമായി അൽമുർഷിദ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓരാലും ശിർക്ക് ചെയ്തിട്ടില്ല, ഓരാലും ബിദഅത്ത് ചെയ്തിട്ടില്ല. ഈ നബിദിനാഘോഷം ശിർക്കും ബിദഅത്തും ഹറാമുമാണ്. ഞങ്ങളെ വാദം അതന്നല്ല. നിങ്ങൾ വാദം മാറ്റല്ലേ. ഞങ്ങളെ വാദം അതല്ല. ശിർക്കും ബിദഅത്തും ഹറാമുമാണ് എന്നല്ല വാദം. മറിച്ച് നബിദിനാഘോഷം അടിസ്ഥാനപരമായി ബിദ്അത്താണ്. ഞങ്ങളെ വാദം അതാ. ഞങ്ങളെ വാദം നിങ്ങൾ മാറ്റണ്ട. ഞങ്ങളെ വാദം ഇത് എന്താ? അടിസ്ഥാനപരമായി റബീഉൽ അവ്വൽ നടത്തിയവരാൾ നബിയുടെ പിറന്നാളാഘോഷം ശറഇൽ ബിദ്അത്താണ്, അതിനാൽ ഹറാമുമാണ്. ബിദ്അത്ത് എന്താണ്? വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടായതൊക്കെ ബിദ്അത്താണ്. ഇത് പുതുതായി ഉണ്ടായതല്ലേ? ആണ്. അപ്പൊ ഇത് ബിദ്അത്താണ്. ബിദ്അത്ത് ഹറാമല്ലേ? ഹറാമാണ്. എന്നാലോ ഫെബ്രുവരി മാസം 2008 ഇസ്ലാഹി മാസത്തിൽ വന്ന നിബന്ധനകളോടെയാണ് നബിയുടെ പിറന്നാളാഘോഷം കൊണ്ടാടുന്നതെങ്കിൽ അത് ശിർക്കുമാണ്. അതാണ് ഞങ്ങൾ വാദിച്ചിട്ടുള്ളത്. ആ നിലക്കാണ് ശിർക്ക് അത് മുതൽ സ്ഥാപിച്ചത്. അപ്പൊ ബിദ്അത്താണ് വ്യക്തമാണ്. കാരണം ഖുർആൻ പറഞ്ഞു ബിദ്അത്ത് പാടില്ല. രണ്ടാമതൊരു കളവ് കൂടി പറഞ്ഞിരിക്കുന്നു. ഇസ്ലാഹ് മാസികയിൽ ആ പൊരുത്തം, അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പറഞ്ഞിട്ട് ആ പൊരുത്തമാണ് നബിയിൽ നിന്ന് കാംക്ഷിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഇസ്ലാഹ് മാസികയുടെ പേരിൽ പറഞ്ഞ കളവ് ഇൻഷാ അള്ളാഹ് അത് റെക്കോർഡ് പരിശോധിക്കാനാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. റെക്കോർഡ് പരിശോധിക്കുന്ന ആളുകൾക്കൊക്കെ അത് ബോധ്യപ്പെടും. ആ നിലയിൽ എന്ന് ഏതോ ഒരു സമയത്ത് നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിലൊക്കെ അത് വായിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ അവസാനത്തെ ആ നിമിഷത്തിൽ നിങ്ങൾ ആ പൊരുത്തം എന്ന് പറഞ്ഞ് തന്നെ ആവർത്തിച്ച് നിങ്ങൾ ഇസ്ലാഹ് മാസികയുടെ പേരിൽ കളവ് പറഞ്ഞിട്ട് ഇവിടെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടെ തകർത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താണ്? നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ബിദ്അത്തിനെ എതിർക്കാൻ വേണ്ടിയാണെന്നല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്താ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞത്? റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ ഞങ്ങളും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങളെപ്പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ ഞങ്ങളും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നുണ്ട്. മദ്ഹുൻ നബി എന്ന വിഷയത്തിൽ ഞങ്ങളും പ്രസംഗം നടത്തുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളെ എതിർക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇപ്പൊ നിങ്ങൾ മാറ്റി നിങ്ങളെ എതിർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കെ മൗലവി അന്ന് ആരെങ്കിലും എതിർക്കാൻ വേണ്ടിയാണോ ചെയ്തത്? കെ മൗലവി എന്താ പറഞ്ഞത്? ഫവലദത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിൽ ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ എതിർക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിനേക്ക് അത് ഭാഷ മനസ്സിലാകുന്നില്ല. ഭാഷ മനസ്സിലാകാത്ത അറബിയും ചൊല്ലിയാലും ഇത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവൂല എന്നുള്ളൊരു പ്രശ്നമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഒരു നിരൂപണമാണ്. അപ്പൊ മലയാളത്തിൽ നബിദിനം ആഘോഷിക്കാൻ പറ്റും, മലയാളത്തിലായ നബിദിനം ആഘോഷിക്കാൻ പറ്റും. അറബി നാട്ടിൽ മൗലിദ് അറബിയിൽ ചൊല്ലാൻ പറ്റും. ഈ നാട് മാറിയതനുസരിച്ചാണോ ബിദ്അത്ത് ശിർക്കുമാവുക? മലയാളികൾക്കാവുമ്പോൾ ബിദ്അത്തും അറബി നാട്ടിലാവുമ്പോ പിന്നെ സുന്നത്തും അല്ലെ? അതുപോലെ തന്നെ മലയാളത്തിലാകുമ്പോ സുന്നത്തും അറബിയിലാവുമ്പോ ബിദ്അത്തും. എന്ത് പോയത്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ കെ മൗലവി എന്താ എഴുതിയിട്ടുള്ളത്? ഈ സന്ദർഭത്തിൽ 2 കൊല്ലമായി മുസ്ലിം ഐക്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദാഘോഷം ഈ പ്രാവശ്യം റബീഉൽ അവ്വൽ 12-ാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ടുവന്നു. റിയാദ് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കണ്ടോ, റബീഉൽ അവ്വൽ 12-നെ പറ്റി സുദിനം എന്നാ പറഞ്ഞത്. ഈ സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ബാല്യം, മതപ്രചരണം, സ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ അപ്പൊ ആ ദിനത്തെ സുദിനമായി കണ്ടുകൊണ്ട് തന്നെയാണ് അവർ നടത്തിയിട്ടുള്ളത്. ഫവലദത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അത് അറബിയിൽ മാത്രം ചൊല്ലിയ മലയാളികൾക്ക് തിരിയൂല എന്നുള്ളൊരു നിരൂപണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചോദിക്കാനുള്ള അറബിയിലായതുകൊണ്ടാണോ അത് ബിദ്അത്തായത്?
അങ്ങനെയാണെങ്കിൽ അറബ് നാട്ടിൽ ബിദ്അത്തല്ലാതെ വരും. ഇനി മലയാളത്തിലാക്കിയാൽ ബിദ്അത്തല്ലാതെ വരും. അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ KM മൗലവിയും മറ്റുള്ളവരും ഷിയാക്കളാണോ ജൂതന്മാരാണോ എന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇത് ബിദ്അത്താണ്, ശിർക്കാണ്, ഹറാമാണ്, നബിയുടെ പൊരുത്തം ആവശ്യിച്ചുകൊണ്ട് ശിർക്കാണ് എന്നേക്കോട്ടെ നിങ്ങളുടെ വാദം. അതോടൊപ്പം തന്നെ ബിദ്അത്തായതിനാൽ ഹറാമാണ്. ഇത് ഈ ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം, ഇജ്മാ കൊണ്ട് തെളിയിക്കണം, ഖിയാസ് കൊണ്ട് തെളിയിക്കണം. ബിദ്അത്താണ്, അതുകൊണ്ട് ഹറാമാണ്. ബിദ്അത്താണ്, അതുകൊണ്ട് ഹറാമാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മതത്തിൽ പ്രമാണത്തിന്റെ പിൻബലമില്ലാത്തതിനാ ബിദ്അത്ത് എന്ന് പറയുക. അതല്ല നമ്മുടെ ചർച്ചയിൽ പ്രമാണത്തിന്റെ പിൻബലമുള്ളതാണ്. നബിയുടെ സ്വലാത്ത് ചൊല്ലുന്നത് പ്രമാണത്തിന്റെ പിൻബലമുള്ളതാണ്. അത് റബീഉൽ അവ്വലാവുമ്പോൾ തെറ്റാണ് എന്നുള്ളത് എനിക്ക് തെളിവില്ല. അതുപോലെ തന്നെ നബിയുടെ മദ്ഹ് പറയുന്നത് പ്രമാണത്തിന്റെ പിൻബലമുള്ളതാണ്, അതുകൊണ്ട് അത് ബിദ്അത്താണ് എന്നുള്ളതിന് തെളിവില്ല. നബിയുടെ പ്രകീർത്തനങ്ങൾ നടത്തുന്നത് പ്രമാണത്തിന്റെ പിൻബലമുള്ളതാണ്, അത് ബിദ്അത്താണ് എന്നുള്ളതിന് തെളിവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ വാദം നിലനിൽക്കുന്നതല്ല. മുസ്ലിം റെക്കോർഡ് പരിശോധിച്ചോളൂ. നിങ്ങൾ പരിശോധിച്ചെങ്കിൽ നാളെ ഇടി നമുക്ക് കേൾക്കാലോ. ഞാൻ ഇസ്ലാഹി വായിച്ചപ്പോൾ ആ പൊരുത്തം ഇസ്ലാഹിന് ഞാൻ വായിച്ചിട്ടേ ഇല്ല. ഇസ്ലാഹിൽ നിന്ന് ഒരിക്കലും ആ പൊരുത്തം വായിച്ചിട്ടേ ഇല്ല. ആ നിലയിൽ എന്ന് തന്നെയാണ് വായിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ആ നിലയിൽ ഉള്ള പൊരുത്തം, അത് പൊരുത്തം ഏതാ? അള്ളാഹിന്റെ പൊരുത്തം കാംക്ഷിക്കുന്നതിന് ഞാൻ പറഞ്ഞു ഇസ്രായേലിനെ ഞാൻ വായിച്ചത് ആ നിലയിൽ നിന്ന് തന്നെയാണ്. ഇസ്രായേൽ മാസിന് ഒരിക്കലും ആ പൊരുത്തം ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ ധൈര്യം നാളെ റിപ്ലൈ ചെയ്യിക്ക്, നമ്മൾ നോക്കാലോ. നിങ്ങൾ കാണിച്ചു ഇടി വെല്ലുവിളിക്കുന്നില്ല, കാണിക്കാൻ കഴിയും. ബോധപൂർവം തന്നെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ഒരു വാക്കുമ്പോ പിടിച്ചിട്ട് തൽക്കാലം രക്ഷപ്പെടുത്താൻ നോക്കുന്നത് പറ്റൂല, മുസ്ലിം വിടൂല. പിന്നെ നമ്മള് മദ്ഹ് റബീഉൽ അവ്വൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു അത് കൊല്ലം മുഴുവനുണ്ട്. കൊല്ലം മുഴുവനും എല്ലാ ദിവസവും എല്ലാ സമയത്തും ഒരു വിശ്വാസിക്ക് വേണ്ടതാണ് പറഞ്ഞത്. അത് റബീഉൽ അവ്വലുണ്ട്, റബീഉൽ ആഖിറുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷെ റബീഉൽ അവ്വൽ പ്രത്യേകിച്ച് പ്രവാചക സ്നേഹം വയലുന്നത് എന്തിനാണ്? അതിന്റെ പേരിൽ ഇവിടെ പിന്നെ നിങ്ങൾ പിന്നെ ഇല്ലാത്ത പ്രചരിപ്പിച്ചപ്പോ, ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്ത പ്രചരിപ്പിച്ചപ്പോ നമ്മളവിടെ പറഞ്ഞെടുത്തു, ഇത് ശരിയല്ലാതെ പറഞ്ഞെടുത്തു. അതല്ലേ കൃത്യം വരുന്ന പ്രശ്നങ്ങൾ. ഇനിയിപ്പോ മുപ്പക്ക് ആകെയുള്ള KM മൗലവിയും KM മൗലവിയും അൽമുർഷിദും വല്യുർസാദും മുസ്ലിയാരെ എന്തിനാണ് പറഞ്ഞത്? നമ്മൾ അതിലേക്ക് പോകേണ്ട വിചാരിച്ചതാ. അത് വായിച്ചത് വെറുതെ നിങ്ങൾ അതിന്റെ പേരിലും മസാലാക്കാനുള്ളതാ. എന്നാ കേട്ടോളി, അതേ KM മൗലവിയും അതേ KM മൗലവിയും അതേ അൽമുർഷിദും അതേ ഇർഷാദും തന്നെ എഴുതി ഞാൻ വായിച്ചതാ. ഈ താരീഖ് മൗലിദുൻ നബി വഹുക്കുമുഹു എന്ന ഹെഡിങ്ങനെ നബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ചരിത്രവും അതിന്റെ വിധിയും. എന്നിട്ട് പറയാം ഇന്ന് ലോകത്തെല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ട്, എന്നാൽ എന്ന് തുടങ്ങിയപ്പോൾ നോക്കാം. അവിടെ നിന്ന് മുളഫർ രാജാവ് ഉണ്ടാക്കിയ ചരിത്രം പറഞ്ഞു. എന്നിട്ട് പറയും ഇനി ഇപ്രകാരമുള്ള മൗലിദിന്റെ കാര്യത്തിൽ ഉലമാഉ ശർഅ് പറഞ്ഞിട്ടുള്ള ഹുക്മ എന്താണെന്ന് ചിന്തിക്കാം. ഇതിന്റെ ഹുക്മ എന്താണ്? ഉലമാക്കളിൽ ചിലർ ഇത് മദ്മൂമത്തായ ആക്ഷേപാർഹമായ ബിദ്അത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് ദീനിൽ മശ്റൂഅ് നിയമിക്കപ്പെട്ടത് അല്ലാതിരിക്കവേ ഒരു മതാചാരമായി എന്ന് മാത്രമല്ല ഒരു ദീനിയായ ഇബാദത്തായി എണ്ണപ്പെടുന്നു. പൊതുജനങ്ങൾ ഇത് മശ്റൂ ആണെന്ന് വിചാരിച്ചു വരുന്നു. വേറെ ചില ഉലമാക്കൾ പറഞ്ഞത് ഇത് ഹസനത്തായ നല്ലതായ ബിദ്അത്താണ് എന്നാണ്. രണ്ടഭിപ്രായം പറഞ്ഞു. ശേഷം അദ്ദേഹം സുയൂത്തിലെ അഭിപ്രായം ഉദ്ധരിച്ചു, അതേപോലെ ഇബ്നു ഹാജിലെ അഭിപ്രായം ഉദ്ധരിച്ചു. അതില് ഇതൊരിക്കലും പിന്നെ നല്ല ബിദ്അത്ത് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞ ഭാഗം അദ്ദേഹം എടുത്തു കൊടുത്തു. അവസാനം അദ്ദേഹം പറയാ എന്നാൽ ഈ മാസം നാം എങ്ങനെ കൊണ്ടാടണം, നബിയുടെ നേരെ നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം അദ്ദേഹം പറയുന്നു. ഞാൻ നേരത്തെ വായിച്ച അൽമുർഷിദിൽ നിന്ന് മുല്ല വന്ന് ചൊല്ലിപ്പോയി, എന്താ ചൊല്ലിയത് മുല്ലക്കും അറിയില്ല എന്ന് പറയുന്ന ഭാഗം. എന്നിട്ട് പറയും ഇങ്ങനെയൊന്നും അല്ല ആഘോഷിക്കേണ്ടത്, ഇങ്ങനെയല്ല സ്നേഹിക്കേണ്ടത്. പിന്നെ എങ്ങനെ സ്നേഹിക്കണം? ഫത്തബിഊനി എന്ന ആയത്ത് കൊടുത്തപ്പോൾ നബിയെ പിൻപറ്റുകയാണ് വേണ്ടത്, അത് പഠിപ്പിക്കുകയാണ് വേണ്ടത്, നബിയുടെ ചര്യ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് പറയുന്നത് ഐക്യസംഘത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ റബീഉൽ അവ്വൽ ഞങ്ങൾ തുടങ്ങി. ഈ റബീഉൽ ഞങ്ങൾ മുഖാമുഖം വെച്ചു. നബിദിനാഘോഷത്തിന് ഇസ്ലാമികമായി ഞങ്ങൾ മുഖാമുഖം നടത്തി, മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഒരുപാട് പേർക്ക് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ് കുറെ മനുഷ്യന്മാർ മാറി. ഞാനടക്കം മാറിയത് നബിദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ട് മുജാഹിദീങ്ങളെ ലഘുലേഖ വായിച്ച് ഓല പുസ്തകം കേട്ട് ഓല വയലിട്ട് സംഗതി മനസ്സിലാക്കിയപ്പോഴാണ്. അത് ഞങ്ങൾ ചെയ്യാറുണ്ട്, സംശയമില്ല. അത് അന്നും ചെയ്തിട്ടുണ്ട്. അന്നത്തെ അവസ്ഥ അന്ന് ചെയ്തു, ഇന്നത്തെ അവസ്ഥ ഇന്ന് ചെയ്യുന്നു. അതല്ല മുസ്ലിയാരെ അവിടെ പ്രശ്നം. നേരെ മറിച്ച് ഇതിൽ ശറഇന്റെ ഹുക്ം എന്ത്? അത് KM മൗലവി വ്യക്തമായിട്ട് അവിടെ വ്യത്യസ്ത പണ്ഡിതന്മാരെ പറഞ്ഞ എല്ലാ അഭിപ്രായം എടുത്തു കൊടുത്തു. മാത്രമല്ല മുളഫർ രാജാവ് തുടങ്ങിയില്ലാന്ന് അദ്ദേഹവും പറഞ്ഞു. അതാ ഞാൻ നേരത്തെ പറയാം, അത് ഫുള്ളായിട്ട് വായിച്ച സംഗതി ക്ലിയർ ആവുമെന്ന് പറഞ്ഞത്. അതാ നിങ്ങൾക്ക് വായിക്കാൻ പ്രയാസം. നിങ്ങൾ കൊണ്ടുവന്ന ഒരു കഷ്ടം ഉണ്ടാവും, അതും കൂടെ നടക്കുക. അപ്പൊ ഏതായിരുന്നാലും ശരി, നിങ്ങൾ കൊണ്ടെടുക്കുന്ന നബിദിനാഘോഷം പച്ചയായ ബിദ്അത്താണ്. അത് ജൂദായിസമാണ്, അത് ഷിയായിസമാണ്. അത് മുസ്ലിം ഉമ്മത്തിന് പരിചയമുള്ളതല്ല. സ്വഹാബത്തിലെ താബികൾക്ക് ആർക്കും തന്നെ അത് പരിചയമില്ല.
ഇപ്പൊ ഏതായാലും മൂപ്പർക്ക് തസ്ബീത്ത് ഏതായാലും പഠിഞ്ഞു, അത് മൂപ്പര് വിട്ടു, അതിന് മൂപ്പര് തസ്ബീത്തായി. ഇനി ഏതായാലും ഇപ്പോ കേമൊഴിയേ ഉള്ളൂ, അതിപ്പോ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഉള്ള എന്താണ് നമ്മളെ വായതാണ്, അത് ഞാൻ വിശദീകരിച്ചു, അതും ക്ലിയർ ആയി. പിന്നെ ആ പൊരുത്തം ഇനി ഇസ്ലാമിൽ ഞാൻ വായിച്ചിട്ടില്ല, ആവർത്തിച്ച് പറയാണ്, ആ നിലയിൽ എന്നാണ് വായിച്ചത്. മാത്രമല്ല ആ പൊരുത്തം കാക്ഷിച്ച ശിർക്കാണ് നിങ്ങൾ പറഞ്ഞോളി. അത് നിങ്ങൾ അപ്പം പറയാതിരുന്നത്, അത് ഞാൻ ചോദിച്ചല്ലോ, അത് നിങ്ങൾ പറയേണ്ടതല്ലേ. എന്താണ് ഹലോ, ആ പൊരുത്തം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ റെക്കോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന സെർച്ച് ചെയ്യുന്ന ആർക്കും മനസ്സിലാവും. നിങ്ങളത് പല തവണ വായിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. നബിയുടെയും അള്ളാഹുവിന്റെയും പൊരുത്തം ഒന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അത് രണ്ടും ഒന്നല്ല. അതുകൊണ്ട് തന്നെ നബിയുടെ പൊരുത്തം ആഗ്രഹിക്കുന്ന നബിദിനാഘോഷത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന നബിദിനാഘോഷം എന്ന് പറയുന്ന രണ്ട് പൊരുത്തവും രണ്ട് അർത്ഥത്തിലാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ പൊരുത്തം, ആ പൊരുത്തം നബിയിരുന്ന് ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ അവിടെ പരസ്യമായി വായിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് റെക്കോർഡ് പരിശോധിച്ചുകൊണ്ട് ഫൈസൽ മൗലവിയുടെ മുഖംമൂടി ഇതാ തകരാൻ പോവുകയാണ്. പിന്നെ തസ്ബീത്ത് വിട്ടു? ഇല്ല, വിട്ടിട്ടില്ല. എന്റെ ചോദ്യം എന്താണ്? ഒരാൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്ന ഈ തസ്ബീത്ത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മഹല്ലുകൾ, മുജാഹിദിന്റെ മഹല്ലുകൾ നടത്തുന്നുണ്ട്. മുജാഹിദിന്റെ മഹല്ലിലും ഇങ്ങനെ തന്നെ നടത്തുന്നത്, സമയാണിന് മുമ്പാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കിയുള്ളവർ ചൊല്ലുന്നു. അതിന് ഒരു പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സമ്പ്രദായമാണ്. ഈ സമ്പ്രദായം സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? താബികൾ ചെയ്തിട്ടുണ്ടോ? താബികൾ ചെയ്തിട്ടുണ്ടോ? മൗലവി ചെയ്തിട്ടുണ്ടോ? തസ്ബീത്ത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണോ നിങ്ങളുടെ തെളിവ്? എന്നാ മദ്ഹ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റബീഉൽ തെറ്റാണോ? പിന്നെ നിങ്ങൾ പറഞ്ഞത് കൊല്ലം മുഴുവൻ നടത്തുന്നുണ്ട്, ഞങ്ങൾ നടത്തുന്നത് കൊല്ലം മുഴുവൻ. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് കൊല്ലം മുഴുവൻ പറയുന്നുണ്ട്. റബീഉൽ അവ്വലിലും പറയുന്നുണ്ട്, റബീഉൽ ആഖിറിലും പറയുന്നുണ്ട്, ശഅബാനിൽ പറയുന്നുണ്ട്, റമദാനിൽ പറയുന്നുണ്ട്, ദുൽഹിജ്ജയിൽ പറയുന്നുണ്ട്, എല്ലാ മാസത്തിലും പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ മൗലിദ് ഞങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. നബിദിനത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഞങ്ങൾ അല്ലാത്ത സമയത്തും ചെയ്യുന്നുണ്ട്. നബിദിനം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ ജന്മദിനം ആകുമ്പോൾ ആ ദിവസത്തിൽ ഒരു വളരെ ശക്തമായിട്ട് റസൂലുള്ളാഹിനെ പ്രചരിപ്പിക്കുവാനും റസൂലുള്ളാഹിനെ പുകഴ്ത്തുവാനും വേണ്ടി സമയം വിനിയോഗിക്കുന്നു എന്ന് മാത്രം. റസൂലുള്ളാഹിനെ പ്രചരിപ്പിക്കൽ മാത്രമല്ല നബിദിനാഘോഷം. ഞങ്ങളുടെ നബിദിനാഘോഷത്തിൽ നിങ്ങളുടെ മൗലവി പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ട്. വെറും മൗലിദ് കിതാബ് ഓതുക മാത്രമല്ല, നബിദിനത്തിൽ രാത്രി ഘോഷയാത്ര നടത്തുന്നു. അതിൽ ഒരുപാട് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ രാത്രി സമയത്ത് മഗ്‌രിബിന് ശേഷം വളരെ വ്യക്തമായിട്ട് പ്രഭാഷണങ്ങൾ നടത്തുന്നു. റസൂലുള്ളാഹിനെ പുലർത്തുന്നു, റസൂലുള്ളാഹിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു, ജന്മവാർത്തകൾ പറയുന്നു, മുഅ്ജിസത്തുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതൊക്കെ മലയാളത്തിലാണ്. അപ്പൊ അറബിയിലായതുകൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം? അപ്പൊ മലയാളത്തിലായാൽ ബിദ്അത്തല്ല എന്ന് സമ്മതിച്ചു, മലയാളത്തിലായാൽ ബിദ്അത്തല്ല എന്ന് സമ്മതിച്ചു. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഒന്നിനും നിങ്ങൾ മറുപടി പറയുന്നില്ല. തസ്ബീത്തിന്റെ നിങ്ങളുടെ നടത്തുന്ന സമ്പ്രദായം മുൻഗാമികൾ ചെയ്തിട്ടില്ല, എന്നിട്ടും അത് ബിദ്അത്താണെന്ന് നിങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ മഹല്ലിൽ നിങ്ങളത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതും നബിദിനവും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പറയുന്നത് ജൂദായിസമാണ്, ഷിയായിസമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നബിദിനാഘോഷം കൊണ്ടാടേണ്ടതാണെന്ന് പലവരും ആവർത്തിച്ച മൗലവി ജൂതനാണോ, മുശ്രിക്കാണോ, മുബ്തദിആണോ? ആണെങ്കിൽ അയാളുടെ പിന്നിൽ തുടരുന്ന നിങ്ങളുടെ വിധി എന്താണ്? നിങ്ങളുടെ വിധി എന്താണ് എന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം. മൂന്നാമതായിട്ട് ഇത് ബിദ്അത്താണ്, അതുകൊണ്ട് ഹറാമാണ് നിങ്ങൾ പറഞ്ഞല്ലോ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മതത്തിൽ അസ്ലില്ലാത്തത് എന്നാണ് ഇമാം ഷാഫിഈ തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, റസൂലുള്ളാഹി വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ കാര്യങ്ങളെല്ലാം ബിദ്അത്തല്ല. പുതിയ കാര്യങ്ങൾ ബിദ്അത്താകുന്നത് മതത്തിൽ അതിന് ഇല്ലാതിരിക്കുമ്പോഴാണ്. അങ്ങനെയുള്ള ബിദ്അത്താണ് ഹറാമായത്, അങ്ങനെയുള്ള ബിദ്അത്താണ് നബിദിനം എന്ന് നിങ്ങൾ തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് നബിദിനാഘോഷം ശിർക്കാണ്, ബിദ്അത്താണ്, ഹറാമാണെന്നുള്ള നിങ്ങളുടെ വാദത്തിന് ഖുർആനിൽ ഒരു തെളിവ് പറയണം, ഹദീസിൽ നിന്ന് തെളിവ് പറയണം, ഇജ്മാഇൽ നിന്ന് തെളിവ് പറയണം, ഖിയാസിൽ നിന്ന് തെളിവ് പറയണം. മൂന്ന് ചോദ്യത്തിനും എന്തേ നിങ്ങൾക്ക് മറുപടിയില്ല? ഏതായാലും ഇപ്പൊ റബീഉൽ അവ്വലിന് പ്രത്യേകത ഇല്ലാതായി പോവുക. ഞങ്ങളും കൊല്ലം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ എന്താണ് റബീഉൽ അവ്വൽ പ്രത്യേകം പറയണത്? അവിടെയാണ് പ്രശ്നം. കൊല്ലം മുഴുവൻ നബിയെ പ്രശംസിച്ചു നല്ലല്ലോ പ്രശ്നം. അതൊക്കെ നമ്മൾ 5 വക്ത് നിസ്കാരത്തിലും റസൂലുള്ളാഹിനെ പറ്റി പറയുന്നില്ലേ? നബിയുടെ സ്നേഹം ജീവിതത്തിൽ എല്ലാ സമയത്തും ഇല്ലേ? ഒരാൾ ഭക്ഷണം കഴിക്കുന്നു വലത്തേ കൈകൊണ്ട്, എന്താ കാരണം? റസൂൽ അങ്ങനെ കഴിച്ചത്. ഒരാൾ ചെരുപ്പിടുന്നു ആദ്യം വലത്തേ കാലം, എന്താ കാരണം? റസൂൽ അങ്ങനെ ചെരുപ്പിട്ടത്. അതാണ് മുസ്ലിയാരുടെ സ്നേഹം. ആ മാതൃക ഇത്തിബാ, അതാ ഞങ്ങൾ പഠിപ്പിച്ച ഇത്തിബാ ആണ് പ്രവാചക സ്നേഹത്തിന്റെ മാനദണ്ഡം. അത് കൊല്ലം മുഴുവൻ വേണം. ഇപ്പൊ പറയാം ഞങ്ങളും കൊല്ലം മുഴുവൻ ഓതുന്നുണ്ട്. പിന്നെ എന്തിനാ റബീഉൽ അവ്വൽ നടത്തുന്ന നബിദിനാഘോഷം നിങ്ങൾ ഇവിടെ വാദം ചെയ്ത്? വാദം വരുമ്പോൾ മൗലിദാഘോഷം എന്നാണല്ലോ. ഞങ്ങൾ ഇത് അടിസ്ഥാനപരമായി റബീഉൽ അവ്വലിൽ നടത്തിയവരാണ് നബിയുടെ പിറന്നാളാഘോഷം. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ആയി റബീഉൽ അവ്വൽ ഇതെന്താ കൊല്ലം മുഴുവൻ എഴുതിക്കൊള്ളുന്നല്ലേ? ഇപ്പൊ കുടുങ്ങിയപ്പോ പറയാം ഞങ്ങളും കൊല്ലം മുഴുവൻ ഉണ്ട്. പിന്നെ മുജാഹിദുമാരിലും അങ്ങനെ തന്നെയാണ്. മൂപ്പർക്ക് പണി മുജാഹിദുമാരിലല്ലേ? ഞങ്ങളെ മഹലിൽ ഞങ്ങളെന്താ ചെയ്യുന്നത്? ഞങ്ങൾ പറയുമ്പോ അല്ല ഞങ്ങളെ മഹലും ഇങ്ങനെ തന്നെയാണ്.
അപ്പൊ എന്താ ഇപ്പൊ ഇയാൾക്ക് അവിടെ നിന്ന് വേറെ വല്ല ചാരപ്പണി എടുക്കുന്നുണ്ടോ നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇപ്പൊ ഏതാണ്ട് മൂപ്പര് എല്ലാ അസുലും പോയിട്ടുണ്ട്. പിന്നെ വിദേഹത്തെ അസുലില്ലെങ്കിൽ ആ വിദേഹത്താകാതെ അത് ഇത് അസുലില്ല, നബിദിനാഘോഷം അസുലില്ല. അള്ളാഹു റസൂലോ സഹാബത്തോ താബിയങ്ങളോ ഒരാളും നബിദിനാഘോഷം പഠിപ്പിച്ചില്ല. മദ്ഹ് അസുലുണ്ട്, അവിടെ മദ്ഹ് വിദേഹത്തല്ല. മദ്ഹ് നമ്മൾക്ക് ചെല്ലുന്നു, നിങ്ങളും ചെയ്യുന്നു, ഞങ്ങളും ചെയ്യുന്നു. നബിയെ സ്നേഹിക്കൽ അസുലുണ്ട്, അത് ഫറയിലുണ്ട്, ഞങ്ങളും ചെയ്യുന്നു, നിങ്ങളും ചെയ്യുന്നു, എല്ലാവരും ചെയ്യും വേണം, തർക്കമില്ല. എന്നാൽ മൗലിദാഘോഷം ഒരു അസുലും ഇല്ല, റസൂല പഠിപ്പിച്ചിട്ടില്ല, താബിയങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, മദ്ഹബിനെ ഇമാമിങ്ങൾ പഠിപ്പിച്ചില്ല, ലോകത്ത് അഹ്ലുസുന്ന ഇമാമിങ്ങൾ ആരും പറഞ്ഞില്ല, കെ എം മൗലവി പഠിപ്പിച്ചിട്ടില്ല. കെ എം മൗലവി പറഞ്ഞ എന്താ ഞാനത്തെ വായിച്ചു, കെ എം മൗലവി പറഞ്ഞ അൽമുസ്ലിം വായിച്ചല്ലോ, അൽമുസ്ലിം വായിച്ചു, അല്ലു സാദ് വായിച്ചു, ഇ കെ മൗലവി വന്ന് വായിച്ചു, കെ എം മൗലവി വന്ന് വായിച്ചു. ഇപ്പൊ എന്തേ മുമ്പുണ്ടാത്തത്? അപ്പൊ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓല അന്നത്തെ രൂപത്തിൽ ചെയ്തു വെച്ച പണി ഞങ്ങളെ വാള കൊലത്ത് ഇപ്പൊ ചെയ്യുന്നു. നിങ്ങൾ നബിദിനവുമായി ഇറങ്ങുമ്പോ ഞങ്ങൾ മുഖാമുഖമായി ഇറങ്ങി നബിദിനം പാടില്ല പറഞ്ഞിട്ട് ഇതല്ല കൂട്ടരെ നബിയെ സ്നേഹിക്കൽ, ഇങ്ങനെയല്ല സ്നേഹിക്കേണ്ടത് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓല അന്ന് പഠിപ്പിച്ചു കൊടുത്തു, നബിയെ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയല്ല. മുല്ല വന്ന അറബി ചൊല്ലിപ്പോയി, എന്താ ചൊല്ലി മുല്ലക്കെന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ശക്തമായി അതിന്റെ നിരർത്ഥക ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെയല്ല സ്നേഹിക്കേണ്ടത്, ഫത്തബിഊനി എന്ന ആയത്ത് കൊടുത്തിട്ട് പറഞ്ഞു നബിയെ പിൻപറ്റണം, നബിയെ ശരിയായി പഠിക്കണം എന്ന് അന്ന് പഠിപ്പിച്ചു. അതിനൊരു വേദിണ്ടാക്കി, ഞങ്ങളിപ്പോ വേദിണ്ടാക്കി, ഞങ്ങൾ മുഖാമുഖം എന്ന് പേരിട്ടു, അതേപോലെ വിശദീകരണം പേരിട്ടു, സംവാദം എന്ന് പേരിട്ടു. ഇപ്പോഴാ സംവാദം നടത്തി, ഇതും അത് തന്നെയാണ്, ഇത് ശരിയല്ലാതെ പഠിപ്പിച്ചു തരാൻ വേണ്ടി അത് പേശങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ക്ലിയറാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഇസ്ലാം അവിടുത്തെ കൂടണ്ട ആ നിലയിൽ എന്ന് തന്നെയേ ഞാൻ വായിച്ചിട്ടുള്ളൂ. നാളെ എടുത്തോടി അപ്പൊ നമ്മൾ നോക്കാലോ. അപ്പൊ റബീഉൽ അവ്വൽ മാത്രം പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല, കൊല്ലം മുഴുവനും ഒരേപോലെ തന്നെയാണ് എന്നാണെങ്കിൽ തുറന്നാണ് പറഞ്ഞാൽ കുറെ തീരുമാനം ഇപ്പൊ ഇവിടുന്ന് ആവും. കൊല്ലം മുഴുവൻ ഒരേപോലെയാണ്. റബീഉൽ അവ്വലിലോ 12നോ പ്രത്യേകിച്ചൊന്നുമില്ല, ജനിച്ച ദിവസം പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല, 12 പ്രത്യേക സുന്നത്തില്ല, റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കൊല്ലം മുഴുവൻ ഒരേപോലെയാണ്, ഞങ്ങൾ കൊല്ലം മുഴുവൻ ഫുള്ള് ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ പ്രശ്നം തീരും. അവിടെ നമുക്ക് പ്രശ്നമുള്ളത് നിങ്ങളുടെ ദീനിൽ ഒരു പുതിയ ആചാരമായി കൊണ്ടുവന്നു, ഇത് ചെയ്യാത്തവൻ പുത്തൻവാദിയാണ് എന്ന് പറഞ്ഞു, നബിനെ സ്നേഹമില്ലാത്തവനാണ് എന്ന് പറഞ്ഞു, അവന് മുബ്തദിയാണ് എന്ന് പറഞ്ഞു, അത് നിങ്ങൾ ആക്ഷേപിച്ചു. ചെയ്യുന്നവനോ ഓൻ നബിനെ സ്നേഹിക്കുക. എന്നിട്ടാണല്ലോ അൽക്കേഫിന് നായിന്റെ ഉദാഹരണം വരെ പണ്ടൊക്കെ പറഞ്ഞു, ഇപ്പൊ അത് കേൾക്കുന്നില്ല. അൽക്കേഫിന് നായി നിസ്കരിച്ചിട്ടില്ല, നോമ്പ് വെച്ചിട്ടില്ല, മഹാന്മാരെ സ്നേഹിച്ചു, എന്നിട്ട് സ്വർഗത്തിൽ പോയില്ലേ. അതുകൊണ്ട് നിസ്കാരം നോമ്പൊന്നും ഇല്ലാത്തവൻ മൗലിദ കഴിച്ചാലും ഓന് ലാഭമുണ്ട് എന്ന് വരെ നിങ്ങളെ മൗലവിമാരെ പണ്ട് വഴുത് പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തേ വഴുതാന്നും കേൾക്കാത്തത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന നബിദിനാഘോഷത്തിന് ഒരു അസുലുമില്ല. അത് ജൂദായിസം തന്നെയാണ്, ഷിയായിസം തന്നെയാണ്. അത് പിന്നീട് സൂഫി ഏറ്റെടുത്തു, അത് നാട്ടിൽ പ്രചരിപ്പിച്ചു. അതിന്റെ പേരിൽ ഇപ്പോൾ പച്ചയായ ശിർക്ക് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ വേഷം വരെ ഇപ്രാവശ്യം, ഉണ്ണി മുഹമ്മദിനെ വരെ ഇപ്രാവശ്യം എഴുന്നള്ളിച്ചു. ആ വക എല്ലാ തോന്നിയാസങ്ങളും ഇതിന്റെ പേരിൽ ചെയ്യുന്നുണ്ട്. കള്ള കഥകൾ പറയുന്നുണ്ട്, കെട്ടുകഥയുണ്ട്, ഖുറാഫാത്തുണ്ട്, ബിദ്അത്തുണ്ട്. എന്താ മൗലവി ചോദ്യത്തിന് മറുപടി പറയാത്തത്? നിങ്ങളിപ്പോ പറയുന്നത് ഇസ്ലാം മാസികയിൽ നിന്ന് ഞാൻ വായിച്ചതിൽ, ഞാൻ അവിടെ നിന്ന് വായിച്ചതല്ല, അതിനെ ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ എന്നതിന് ആ പൊരുത്തം എന്ന് ഞാൻ എന്റെ വക പറഞ്ഞതാണ്. അത് അതിലേറെ വിഡിത്തല്ലേ, അതിലേറെ വിടക്കല്ലേ നിങ്ങൾ ചെയ്തത്? അതെങ്ങനെ? അത് നിങ്ങളോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഇവരൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തസ്ബീത്ത് മൊത്തത്തിൽ ബഹുമാനപ്പെട്ട ഇംതിദാരിമി നിങ്ങളോട് പലവട്ടം ചോദിച്ചു, റസൂലുള്ള പറഞ്ഞു, പക്ഷെ ആ പറഞ്ഞ പദം ആരും പ്രയോഗിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അവിടെ അതേ മാനദണ്ഡം ഇവിടെയും നടക്കുകയില്ലേ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ പിന്നെ അവസാനം പ്രധാനമായി ചോദിച്ച ചോദ്യം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ബിദ്അത്തോ ശിർക്കോ ഹറാമോ ആണെന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ, ഹദീസ് കൊണ്ട് തെളിയിക്കാമോ, ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് തെളിയിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അതിനെന്താ മറുപടി പറയാത്തത്? അവിടെ നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ അന്നദാനം ചെയ്യൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടൽ, ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ ചെയ്യുമ്പോൾ അത്
ഹറാമാണ്, ബിദ്അത്താണ്, ഹറാമാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിന് എന്താണ് തെളിവ്? അതൊന്ന് പറയണം. അതുവരെ ഹറാമല്ലാത്ത കാര്യം റബീഉൽ അവ്വൽ 1 മുതൽ ഹറാമായത് എന്തുകൊണ്ടാണ്? എല്ലാ കാലത്തും ചെയ്യാവുന്ന കാര്യം റബീഉൽ അവ്വൽ മാസത്തിൽ എന്തുകൊണ്ട് ഹറാമായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന്റെ പേരിൽ സന്തോഷിച്ചു എന്നതുകൊണ്ടാണോ ഹറാമാവുന്നത്? ആ ദിവസം വരുന്നു എന്നതുകൊണ്ടാണോ ഹറാമാവുന്നത്? അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്നതിന്റെ പേരിൽ ആ ദിവസം ആവർത്തിക്കപ്പെടുമ്പോൾ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയും ഇല്ലയോ? അടുത്ത ചോദ്യം, എന്റെ ചോദ്യം. അതിന്റെ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ഉദ്ദേശിച്ചാൽ ഷിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അത് അള്ളാഹുവിന്റേതല്ലാതെ എന്ന് നിങ്ങൾ ഒരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം അള്ളാഹുവിന്റെ പൊരുത്തം ഇല്ലാതെ നേടാൻ സാധിക്കുമോ? അങ്ങനെ ഒരു പ്രയോഗം മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മാസികയിൽ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം മുസ്ലിമീങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അങ്ങനെ നബിദിനം ആഘോഷിക്കുന്നവർക്ക് സാധിക്കുമോ? അങ്ങനെ പറ്റുമെങ്കിൽ അതൊന്ന് ശരിയാക്കി പറയണം. അതുകൊണ്ട് എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു, കൃത്യമായി നിങ്ങൾ മറുപടി പറയണം. ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് റബീഉൽ അവ്വൽ മാസത്തിൽ മദ്ഹ് പറയുന്നത് തെറ്റായി പോയത്? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സന്തോഷിക്കുന്നത് ഹറാമായി പോയത്, അല്ലെങ്കിൽ ശിർക്കായത്, ബിദ്അത്തായത്? അതൊന്ന് പറയും. ധാരാളം ഹദീസുകളെയും ആയത്തുകളെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ബിദ്അത്തും ഹറാമുമായി മാറിയത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാലത്തിൽ അതിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ്. ഇത് പുതിയതാണെന്ന് ആർക്കും തർക്കമില്ലല്ലോ. നിങ്ങൾ 3 നൂറ്റാണ്ട് ശേഷം പുതുതായി ഉണ്ടായതാണ്. ഹദീസ് പറഞ്ഞതോ മൻ അഹദസ, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ. കിതാബ് പറഞ്ഞതോ ഹദസ ബഅദൽ ഖുർആൻ സലാസ. അപ്പൊ അവിടെ ആരെങ്കിലും അഹദസ ഇഹ്ദാസ് ചെയ്താൽ, ഇവിടെ പറഞ്ഞു ഹദസ, ഇത് ഇഹ്ദാസാണ്, പുതിയതായതാണ്. അപ്പൊ അത് തള്ളേണ്ടതാണ്. പിന്നെ കൊല്ലം മുഴുവൻ ചെയ്യാവുന്ന ഒന്ന് റബീഉൽ അവ്വൽ മാത്രം ബിദ്അത്തായി. റബീഉൽ അവ്വൽ മാത്രം പ്രത്യേകത കൽപ്പിച്ചു, അതുകൊണ്ട് ബിദ്അത്തായി. ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും പിന്നെ എന്ന് വേണമെങ്കിൽ നോമ്പ് നോക്കാമല്ലോ. എന്നാൽ വെള്ളിയാഴ്ച പ്രത്യേക നോമ്പ് വെച്ചാലോ ബിദ്അത്തായി, തിങ്കളാഴ്ച പ്രത്യേക നോമ്പ് വെച്ചാലോ സുന്നത്തായി. എന്താ വ്യത്യാസം? തിങ്കളാഴ്ച നബി പഠിപ്പിച്ചു, വ്യാഴാഴ്ച നബി പഠിപ്പിച്ചു, വെള്ളിയാഴ്ച പഠിപ്പിച്ചില്ല. എന്നാൽ ഒരാൾക്ക് എപ്പോ വേണം നോറ്റൂടെ, എപ്പോഴും നോക്കാം. ആ കൂട്ടത്തിൽ വെള്ളിയാഴ്ച ആയിപ്പോയി, വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. വെള്ളിയാഴ്ച പ്രത്യേക നോമ്പ് വെച്ചാലോ ബിദ്അത്തായി. മദ്ഹ് എപ്പോഴും പറയാം, നബിയെ എപ്പോഴും സ്നേഹിക്കാം, എപ്പോഴും സ്നേഹിക്കും വേണം. റബീഉൽ അവ്വലിൽ മദ്ഹ് പറഞ്ഞാൽ പ്രത്യേക പുണ്യം വെച്ചാലോ ബിദ്അത്തായി. നിങ്ങൾ വിശ്വസിക്കുന്നു. അതിനാണ് ആയത്തോതി ഫബിദാലിക ഫൽയഫ്റഹു. അതിനല്ല പറഞ്ഞത് ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അവിടെയാണ് ബിദ്അത്തായി മാറുന്നത്. ഇനി മറ്റൊന്ന്, പിന്നെ അമ്പലക്കടവ് പറഞ്ഞിട്ട് ഇപ്പെങ്കിലും കേട്ടാ നിങ്ങൾക്ക് നിസ്കാരത്തിന് ശേഷമുള്ള സ്വലാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, നിസ്കാരത്തിന് ശേഷമുള്ള സ്വലാത്ത് എപ്പോഴും ചെല്ല, അതിന് കുഴപ്പമില്ല. ആ സ്ഥലത്ത് പ്രത്യേക സുന്നത്തിന് വിചാരിച്ചാലോ അത് ബിദ്അത്താണ്, എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഈക്ക പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്പലക്കടവ് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അതേ തത്വമാണ് ഇവിടെ നമ്മൾ പഠിപ്പിച്ചത് നബിദിനാഘോഷത്തിലും. പിന്നെ റസൂലിനെ പൊരുത്തം ഇല്ലാതെ അള്ളാഹിനെ പൊരുത്തം വാങ്ങാൻ പറ്റുമോന്നാ. അള്ളാഹിന്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ടും റസൂലാക്ക് എതിര് പ്രവർത്തിച്ചുകൊണ്ടും റസൂലിനെ അനുസരിക്കാതെയും ഒരാൾക്ക് അള്ളാഹിനെ പൊരുത്തം കിട്ടൂല, സംശയമില്ല. അള്ളാഹിനെ പൊരുത്തം കിട്ടൂല. അള്ളാഹിനെ പൊരുത്തം കിട്ടണോ റസൂല പറഞ്ഞ പോലെ ജീവിക്കണം. ഖുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹിനെ സ്നേഹമുണ്ടോ എങ്കിൽ എന്നെ പിൻപറ്റൂ, എങ്കിൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹ് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹിനെ റസൂലിനെ പിൻപറ്റണം, റസൂൽ പഠിപ്പിച്ച് അതേപോലെ ചെയ്യണം. അതിന് എതിരായി ചെയ്താൽ അള്ളാഹിന്റെ പൊരുത്തം കിട്ടൂല, അള്ളാഹിന്റെ മഹബത്ത് കിട്ടൂല, സംശയമില്ല. എന്നാൽ അള്ളാഹുവിന്റെ പൊരുത്തം കാക്ഷിക്കുന്നതിന് പകരം റസൂലിന്റെ പൊരുത്തം കാക്ഷിക്കുന്നു, അതാണ് ഇസ്ലാഹി പറഞ്ഞത്. അള്ളാഹുവിന്റെ പൊരുത്തമല്ല കാക്ഷിക്കുന്നത്, അതാണ് ഇസ്ലാഹിന്റെ പ്രയോഗം. ഇവിടെ പലപ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബിയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം തന്നെ ശിർക്കാണ്. അവിടെ നമുക്ക് വിവാദം വന്നത്. മറ്റൊരു പല സ്ഥലത്തും ഞാൻ പറഞ്ഞ മാതാപിതാക്കളെ പൊരുത്തം ഉണ്ടെങ്കിൽ അള്ളാഹിനെ പൊരുത്തം കിട്ടുള്ളൂ, അത് മറ്റൊരു തരത്തിലാണ്. ഉമ്മാനും വാപ്പാനും വെറുപ്പിച്ചുകൊണ്ട് അള്ളാഹിനെ പൊരുത്തം കിട്ടൂല. ഉമ്മാക്കും വാപ്പാക്കും എതിരെ പ്രവർത്തിച്ചോ അള്ളാഹിനെ പൊരുത്തം കിട്ടൂല. അവരെ അനുസരിച്ചെങ്കിലേ പൊരുത്തം കിട്ടുള്ളൂ. റസൂലാക്ക് എതിരെ പ്രവർത്തിച്ചാൽ പൊരുത്തം കിട്ടൂല. റസൂല പറഞ്ഞ പോലെ ജീവിച്ചെങ്കിലേ അള്ളാഹ് സ്നേഹിക്കുള്ളൂ.
എന്നാൽ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുക എന്ന് പറയുന്ന തരത്തിൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ. അതിനെയാണ് ഇസ്ലാഹി ചോദ്യം ചെയ്തത്. അതിനെ ഞാൻ വായിച്ചത്. ഇവിടെ അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബിയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം തന്നെ ശിർക്കാണ്. അത് ഞങ്ങൾ ചോദിച്ചത്. അതിൽ നിങ്ങൾക്കും തർക്കമില്ലേ? അത് പറഞ്ഞാൽ മതിയല്ലോ. അതിൽ നിങ്ങൾക്കും തർക്കമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. പക്ഷെ നിങ്ങൾ എഴുതിയെന്താ? ഇസ്ലാഹി മാസികയിൽ വന്ന ഉപാധി പ്രകാരം നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷം ശിർക്കല്ല, അത് പുണ്യകർമ്മമാണ്, മുസ്തഹബാണ്. അവിടെയാണ് നമ്മൾ തമ്മിൽ തർക്കം. അല്ലാതെ റസൂലിനെ പിൻപറ്റാതെ ഒരാൾക്കും അള്ളാഹിനെ പൊരുത്തം കിട്ടൂല. സംശയം തന്നെ വിഷയത്തിൽ. കാര്യം സംബന്ധിച്ചു. അപ്പോ അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിക്കാതെ മറിച്ച് നബിയുടെ പൊരുത്തം കാംക്ഷിച്ചത് കൊണ്ടാണ് ശിർക്കായത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അള്ളാഹുവിന്റെയും നബിയുടെയും പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടാണെങ്കിൽ ശിർക്കല്ല. മൗലവിക്ക് അങ്ങനെ വാദമുണ്ടോ? അള്ളാഹുവിന്റെ പൊരുത്തവും ആഗ്രഹിക്കുന്നു, റസൂലിന്റെ പൊരുത്തവും ആഗ്രഹിക്കുന്നു. ഞങ്ങളെ മൗലൂദ് എന്ന് പരിശോധിക്കണം. ഞങ്ങളെ മൗലൂദ് എന്താ? എല്ലാ മൗലൂദിലും അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്, അള്ളാഹുവിന്റെ സ്തുതികീർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ആരംഭിക്കുന്നത്, റസൂലിന്റെയും സ്തുതികീർത്തനങ്ങൾ നടത്തുന്നു. ഇതാണ് ഞങ്ങളുടെ നബിദിനാഘോഷത്തിൽ നടക്കുന്നത്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം ആഗ്രഹിക്കുന്നു. അപ്പൊ അത് ശിർക്കല്ല എന്ന് മൗലവി ഇപ്പൊ സമ്മതിച്ചോ? അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബിയുടെ പൊരുത്തമാണ് എന്ന് പറയുമ്പോഴാണ് ശിർക്കാകുന്നത് എന്നാണ് ഇപ്പൊ മൗലവി പറഞ്ഞത്. എന്നാൽ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം ഒരുപോലെ ആഗ്രഹിക്കുന്നു, രണ്ടും തമ്മിൽ മിക്സ് ചെയ്യുന്നു, അങ്ങനെയാകുമ്പോൾ ശിർക്കല്ല എന്നാണോ നിങ്ങളുടെ വാദം? ആണെങ്കിൽ അത് നിങ്ങൾ വ്യക്തമാക്കണം. അല്ല എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തോടു കൂടി നബിയുടെ പൊരുത്തത്തെ ആഗ്രഹിക്കുന്നത് അത് ശിർക്കല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമാക്കണം. അല്ല, അതും ശിർക്കാണ് എന്നാണ് നിങ്ങളുടെ വാദം എങ്കിൽ അതും നിങ്ങൾ വ്യക്തമാക്കണം. അതാണ് നിങ്ങൾ അടുത്ത ചാൻസ്. നിങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ചാൻസ് തരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചോദ്യം, നിങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് നബിയുടെ പൊരുത്തമാകുമ്പോഴാണ് ശിർക്ക്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം ആഗ്രഹിച്ചാൽ ശിർക്കാകുമോ? ഇല്ലേ? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം വളരെ കൃത്യമായിട്ട് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ മഹബത്ത് എന്ന് പറഞ്ഞാൽ ഇത്തിബ ആണ്. നബിയോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ നബിയെ പിൻപറ്റൽ കൊണ്ടാണ്. നബിയെ പിൻപറ്റുന്നതിന്റെ ഭാഗം തന്നെയാണ് സഹോദര നബിയുടെ മദ്ഹ് പാടുകയും നബിയുടെ അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ നേരെ സലാത്ത് ചെല്ലുകയും സലാം പറയുന്നതും റസൂലുള്ളാഹിനെ പുകഴ്ത്തുന്നതും വാഴ്ത്തി പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റബീഉൽ അവ്വലിൽ ചെയ്യുന്നത്. അത് നബിയുടെ ഇത്തിബാഅ് തന്നെയാണ്. അത് അല്ലാത്ത മാസങ്ങളിലും ആകാം. റബീഉൽ അവ്വൽ ആയാൽ കുഴപ്പമാണ്. എന്തായാലും തെളിവ്? റബീഉൽ അവ്വൽ ആയാൽ ഹറാമാണ്, റബീഉൽ അവ്വൽ ആയാൽ ശിർക്കാണ്, റബീഉൽ അവ്വൽ ആയാൽ ബിദ്അത്താണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പ്രത്യേകത കൊടുക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ എന്ത് വന്നു? റബീഉൽ അവ്വൽ ഒരാൾ നബിദിനം ആഘോഷിക്കുകയാണ്, പ്രത്യേകത ഒന്നും അയാൾ കൊടുക്കുന്നില്ല, എന്നാൽ ബിദ്അത്തല്ല. മൗലവി സമ്മതിച്ചിരിക്കുന്നു. റബീഉൽ അവ്വലിൽ ഒരാൾ 12-ന് നബിദിനം ആഘോഷിച്ചു, സാധാരണ സുന്നികൾ നടത്തുന്നത് പോലെയുള്ള നബിദിനം ആഘോഷിച്ചു. പക്ഷെ അയാൾ പ്രത്യേകമെന്നൊന്നും അയാൾ മനസ്സിലില്ല, അയാൾ ആഘോഷിച്ചു. അല്ലാത്ത മാസത്തിലൊന്നും അയാൾ ആഘോഷിക്കുന്നില്ല. എന്നാൽ ഇപ്പൊ മൗലവി സമ്മതിച്ചിരിക്കുന്നു നബിദിനമാഘോഷം അങ്ങനെയാകുമ്പോൾ ശിർക്കുമല്ല ബിദ്അത്തുമല്ല. ഞങ്ങളുടെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. തസ്ബീത്ത് വിട്ടിട്ടില്ല. തസ്ബീത്ത് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്ന സമ്പ്രദായം സഹാബത്ത് ചെയ്തിട്ടുണ്ടോ, താബികൾ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും നിങ്ങളത് നടത്തുന്നു, അത് ബിദ്അത്തല്ലെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രത്യേകത കൊടുത്തുകൊണ്ട് അത് ചെയ്താൽ പോലും അത് ബിദ്അത്തല്ല എന്ന് പറയുമ്പോൾ റബീഉൽ അവ്വലായി എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് മാത്രം ഇത് ബിദ്അത്തായി എന്ന് പറയാൻ ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? ഇജ്മാഇന് തെളിവുണ്ടോ? ഖിയാസിന് തെളിവുണ്ടോ? എന്നിട്ട് അയാൾ ഒരു ഹദീസ് ഓതിക്കുകയാണ്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. സുഹൃത്തെ, അവിടെ രണ്ട് കൈതുണ്ട്. ഒന്ന് നബിയുടെ കാലത്ത് ഇല്ലാത്തതാവുക, ഇല്ലാത്തതായിരിക്കലോട് കൂടി തന്നെ ദീനിൽ അസ്ലില്ലാതിരിക്കുക. നബിയുടെ കാലത്ത് ഇല്ലാത്ത എല്ലാ പ്രവൃത്തിയും ബിദ്അത്തല്ല എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. നബിയുടെ കാലത്ത് ഇല്ലാത്തതാണെങ്കിലും ദീനിൽ അതിന് അസ്ല് പറയാൻ പറ്റാതിരിക്കുമ്പോൾ മാത്രമേ അത് ബിദ്അത്താവുകയുള്ളൂ. അപ്പൊ മുഹദ്ദസത്തായതുകൊണ്ട് മാത്രം ബിദ്അത്തല്ല, പിൽക്കാലത്തുള്ളതായി എന്നതുകൊണ്ട് മാത്രം ബിദ്അത്തല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ബിദ്അത്താവേണ്ടതല്ലേ? നിങ്ങളുടെ മദ്രസ സംവിധാനം ബിദ്അത്താവേണ്ടതല്ലേ? നിങ്ങളുടെ മറ്റ് ഏർപ്പാടുകൾ ബിദ്അത്താവേണ്ടതല്ലേ? നിങ്ങളുടെ സംഘടനാ സംവിധാനം ബിദ്അത്താവേണ്ടതല്ലേ? സംഘടന നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് സക്കരിയ ായി പുറത്തുപോയത് ഞങ്ങളുടെ കുറ്റമല്ല. ഏതായിരുന്നാലും ആ ഹദീസിൽ 2 അസ്ലുണ്ട്. ഞാൻ പറഞ്ഞ ആ 2 അസ്ല് പ്രകാരം വിധേയത്ത് തന്നെയാണ്. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ഒക്കെ വിധേയത്താവൂലാണ്. അപ്പൊ എന്തായി? റസൂലുള്ളാഹിന്റെ കാലത്തില്ല. നേരത്തെ പറഞ്ഞതോ ഈസാ നബിയുടെ കാലത്തുണ്ട്. ഈസാ നബി തുടങ്ങിയതാന്ന് പറഞ്ഞത്, റസൂൽ അംഗീകരിച്ചു പറഞ്ഞത്. ഇപ്പോഴോ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ഒക്കെ വിധേയത്താകൂലാൻ. അപ്പൊ ഒന്നില്ല, സമ്മതിച്ചല്ലോ. അതുകൊണ്ട് ഒന്ന് പോയി. 2 മാലൈസം ദീനിന് അസ്ലില്ലാത്തത്. ഇതിന് അസ്ലില്ല, ഇതിന് അസ്ലില്ല, അതുകൊണ്ട് ബിദ്അത്താണ്. ദീനിൽ അസ്ലില്ലാത്തത്, റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തത്, അന്നില്ലാത്തല്ലേ ഉണ്ടാക്കുള്ളൂ.
ഉള്ളത് പിന്നെ ഉണ്ടാക്കാൻ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് പിന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതുകൊണ്ടും വിദേഹത്താണ്. അപ്പൊ ആ ഹദീസ് തന്നെ മതി, അതുപോലെ രണ്ടും വിദേഹത്താണ്. പിന്നെ റബീഉൽ അവ്വലിൽ ഒരാൾ ആഘോഷിക്കാൻ മറ്റു മാസങ്ങളൊന്നും ആഘോഷിക്കുന്നില്ല, പ്രത്യേകത കൽപ്പിക്കുന്നില്ല. ചങ്ങായി റബീഉൽ അവ്വലിൽ മാത്രം ആഘോഷത്തിന് പ്രത്യേകത കൽപ്പിച്ചില്ലേ? മൂപ്പനെ പറഞ്ഞു മറ്റു മാസത്തിലൊന്നും ആഘോഷിക്കണില്ല, റബീഉൽ അവ്വലിൽ മാത്രം ആഘോഷിച്ചു, പ്രത്യേകത കൽപ്പിക്കണില്ല. അതിനെ പ്രത്യേകത കൽപ്പിക്കാന്ന് പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങൾ നവൈത്ത സോമകുദിൽ പറഞ്ഞ പോലെ ആദ്യം ഇങ്ങനെ ഞാൻ പ്രത്യേകത കൽപ്പിക്കുന്നു ഇത് ചൊല്ലി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓനും മറ്റ് 11 മാസത്തിലില്ല, ഈ മാസം ആഘോഷിക്കുന്നു, അപ്പൊ തന്നെ പ്രത്യേകതയായി. ഒരു ആഘോഷം വന്നാൽ തന്നെ പ്രത്യേകതയായി. നബി ദിന ആഘോഷം അതന്നെ പ്രത്യേകതയല്ലേ? നബി ദിന ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകതയായി. അതല്ല ഒരാൾ സാധാരണ റബീഉൽ മാസം വന്നപ്പോ എല്ലാ മാസവും ചെല്ലുന്ന പോലെ അയാളിങ്ങനെ നിസ്കരിക്കുമ്പോൾ സലാത്തല്ലി, ശേഷം സലാത്തല്ലി, അല്ലാത്തപ്പോ സലാത്തല്ലി, കുറച്ച് ഖുർആൻ ഓതി, സിക്ർ ചൊല്ലി, തിങ്കളാഴ്ച നോമ്പ് പറ്റൂ, ഒരു കുഴപ്പമില്ല. എന്നാൽ റബീഉൽ അവ്വൽ അല്ലാത്ത 11 മാസം നോമ്പ് വയ്ക്കാത്ത ഒരാള് റബീഉൽ അവ്വൽ മാസം പ്രത്യേക നോമ്പ് വിദേഹത്താകും. അതിന് റബീഉൽ അവ്വൽ ആയതുകൊണ്ടല്ല, ഒരാൾ റജബിലാണ് എന്നാലും വിദേഹത്ത് തന്നെയാണ്. എപ്പോഴും ദീനിൽ സവിശേഷ കൽപ്പിക്കാത്ത ഒന്ന് സവിശേഷ കൽപ്പിച്ചുകൊണ്ട് ആര് കൊണ്ടുവന്നാലും അതൊക്കെ വിദേഹത്ത് തന്നെയാണ്. പിന്നെ മുപ്പത് ചോദ്യം എന്താ? അള്ളാഹിനെ പൊറ്റും റസൂലിനെ പൊറ്റും ഒരുപോലെ ആഗ്രഹിച്ചു എന്നാ ശിർക്ക് അല്ല എന്ന് പറയുന്നത് പച്ചയായ ശിർക്ക് തന്നെയാണ്. പച്ചയായ ശിർക്ക് തന്നെ ഒരു സംശയം വേണ്ട. അള്ളാഹിനെ പൊറ്റും റസൂലിനെ പൊറ്റും ഒരുപോലെ ആഗ്രഹിച്ചു എന്നാ ഇപ്പൊ താലിമി പറഞ്ഞത്, അപ്പൊ തന്നെ ശിർക്ക് വന്നു. ഒരുപോലെ ആഗ്രഹിക്കാൻ പറ്റൂല. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹിനെ പൊരുത്തം വേറെയാണ് റസൂലിനെ പൊരുത്തം വേറെ, നേരത്തെ പറഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ? ഒരുപോലെ ആഗ്രഹിച്ചു എന്ന്. അവിടെ തന്നെ പോയി. അള്ളാഹിനെ പൊരുത്തും റസൂലിനെ പൊരുത്തും ഒരുപോലെ ആഗ്രഹിക്കാൻ പറ്റൂല. അതാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഇപ്പൊ അത് പുറത്തേക്ക് വന്നില്ലേ? അതേ ഇസ്ലാഹം എഴുതിയിട്ടുള്ളൂ. അതാ ഇസ്ലാഹ് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ളത് അത് തന്നെയാണ്. അള്ളാഹിനെ പൊരുത്തം നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതേപോലെ റസൂലിനെ പൊരുത്തം ആഗ്രഹിക്കുന്നു. അതിപ്പോ ചോദ്യമായിട്ട് ഉള്ളിൽ ചാടി. അള്ളാഹുവിന്റെ പൊരുത്തവും റസൂലിനെ പൊരുത്തവും രണ്ടും ഒരുപോലെ ആഗ്രഹിക്കുന്നു എന്നാ ശിർക്കല്ല എന്ന് പറയുമോതാ? ശിർക്ക് തന്നെയാണ്, പച്ചയായ ശിർക്കാണ്. കാരണം ഒരിക്കലും രണ്ടും ഒരുപോലെയല്ല. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ പൊരുത്തം എന്നുള്ളത് ഏത് വിഭാഗത്തിലും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടതാണ്. അതിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പറ്റൂല. അതാണ് അവിടെ മുഫസ്സിറുകൾ പറഞ്ഞെന്താണ്? അള്ളാഹിന്റെ വജഹിന് വേണ്ടി മാത്രമാവുക, അല്ലാത്ത ഒരാൾക്കും അതിൽ ഒരു വിഹിതം കൊടുക്കാതിരിക്കുക എന്നല്ലേ മുഫസ്സിറുകൾ അതിന് വ്യാഖ്യാനം കൊടുത്തത് ആ ഒരു ആയത്തിന്. അത് ഇവിടെ ഒരുപോലെ നിങ്ങൾ പൊരുത്തം ആഗ്രഹിക്കുന്നു ചോദിക്കുന്നു, അവിടെ തന്നെ വന്നു നിങ്ങളെ ഉള്ളിൽ അതാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാഹി മാസിക പറഞ്ഞത് അതാണ്. ആ നിലയിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ കൊണ്ടെടുക്കുന്നു. അത് പിന്നെ പച്ചയായ ശിർക്കാണ്, ഒരു സംശയം ആ വിഷയത്തിലില്ല. എന്നാൽ റസൂലിനെ പിൻപറ്റണം, സംശയമില്ല. ആ പിൻപറ്റിയാലേ അള്ളാഹിനെ പൊരുത്തം കിട്ടുള്ളൂ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. റസൂലിനെ പിൻപറ്റിയാൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടും. മാതാപിതാക്കളെ സ്നേഹിച്ചാൽ, മാതാപിതാക്കളെ അനുസരിച്ചാൽ അള്ളാഹിനെ പൊരുത്തം കിട്ടും. അതിനർത്ഥം അള്ളാഹിനെ പൊരുത്തും മാതാപിതാക്കളെ പൊരുത്തും ഒരുപോലെ പിന്നെ പ്രതീക്ഷിക്കണം എന്നുള്ളതല്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഇത് രണ്ടാണ് മുസ്ലിയാരെ. അപ്പൊ നിങ്ങൾക്ക് ഈ പൊരുത്തം എന്താണെന്ന് തിന്നിട്ടില്ല, നിങ്ങൾക്ക് അള്ളാഹ് ആരാന്ന് റസൂൽ എന്താ ഒന്നും തിന്നിട്ടില്ല. വെറുതെ ഇങ്ങനെ നിങ്ങൾ തലകെട്ടും കെട്ടി നടക്കുക എന്നല്ലാതെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞ ഹദീസിലെ രണ്ടുമാണെന്ന പ്രകാരം ഇത് ബിദ്അത്താണ്, ഇത് ജുദായിസമാണ്, ഇത് ഷിയായിസമാണ്, ഇത് മുസ്ലിമീങ്ങളുടെ ആചാരമേ അല്ല, ഒരു സംശയവുമില്ല. ഇത് തസ്ബീത്ത് വീണ്ടും വീണ്ടും പറയണ്ട. അത് ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റോൻ ചെല്ലുന്ന രീതി അല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അങ്ങനത്തെ രീതി ഇല്ല, അതല്ല വേണ്ടത്, ആ രീതി അല്ല വേണ്ടത്, എല്ലാം കൂടി ചൊല്ലുകയാണ് വേണ്ടത്. പക്ഷെ നിങ്ങളെ മുസ്ലിയാക്കന്മാരെ മുന്നിൽ ചാടി കയറി വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ചൊല്ലാൻ തുടങ്ങുന്നു. അത് മുജാഹിദ് മാഹിദലും ആ ശല്യം ഉണ്ടാവില്ല ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ മുജാഹിദ് മാഹിലും അങ്ങനെ തന്നെ. അപ്പൊ അവിടെ നിങ്ങൾ കയറി വരേണ്ടി മനസ്സിലായി. അവിടെയും കയറി വന്നിട്ട് നിങ്ങൾ ഈ സുന്നത്ത് നടപ്പാക്കാൻ സമ്മതിക്കാത്ത പണിയെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് അത് ശരിയല്ല. ഇനി അയിമങ്ങൾ വെറുതെ കൂടേണ്ട കാര്യമില്ല. ഒരുപോലെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾക്ക് റബ്ബെ നീ റഹ്മത്ത് ചെയ്യണേ, അവരെ എന്നെ ചെറുപ്പത്തിൽ വളർത്തിയത് പോലെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മളെ ചെറുപ്പത്തിൽ വളർത്തിയത് പോലെയാണ് അള്ളാഹിന്റെ റഹ്മത്ത്. ദുന്യാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവരെന്ന് അർത്ഥം വെച്ചാൽ ഒരുപോലെ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ എന്ന അർത്ഥം. അത് തെൻവീറിന്റെ കാഫാണ് സഹോദര. തെൻവീറിന്റെ കാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നു, റസൂലിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്നു. പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളതിൽ ഒരു നബീറാണ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇതൊക്കെ ഒരു മലയാളത്തിലുള്ള ഭാഷാപരമായ സാഹിത്യപരമായ ശൈലിയുടെ അർത്ഥം പോലും അറിയാത്ത നിങ്ങളാണോ അള്ളാഹിന്റെ റസൂലിന്റെ ആൾക്കാര്? നിങ്ങളാണോ അള്ളാഹിന്റെ റസൂലിന്റെ ആൾക്കാര്? പിന്നെ നബിദിനാഘോഷം റബീഉൽ അവ്വലിലും ചെയ്യുക എന്നുള്ളത് പ്രത്യേകമാക്കലാണ്. എന്താ പ്രത്യേകമാക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? ആ പ്രത്യേകമാക്കുന്നതിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതിന് ഖുർആന്റെ തെളിവ് പറയണം, ഹദീസിന്റെ തെളിവ് പറയണം, ഇജ്മാഇന്റെ തെളിവ് പറയണം, ഖിയാസിന്റെ തെളിവ് പറയണം.
മഹാനായിരിക്കുന്ന ഇമാം ഇബ്നു ഹജറിന്റെ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ആളുകൾക്ക് സംഭവിച്ചതായിരിക്കുന്ന സംഭവവികാസങ്ങളോട് താദാത്മ്യപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതും നടപ്പിലാക്കുന്നതും അത് ജായിസാണ് എന്ന് ഇമാം ഇബ്നു ഹജറിന്റെ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫത്ഹുൽ ബാരിയുടെ 3-ാമത്തെ വാള്യം സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് തെറ്റാന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്വന്തം വകയായിട്ടുള്ള പുത്തൻ വാദമാണത്. അതുകൊണ്ട് നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പുത്തൻ വാദമാണ് ഇപ്പോൾ നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഒരു കാര്യം ഇവിടെ സമ്മതിച്ചിരിക്കുന്നു, നന്ദി മുഖാമുഖത്തോടു കൂടി തസ്ബീത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ആട്ടം മുട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ ചെല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവർ ഏറ്റു ചെല്ലുന്നതും ബിദ്അത്താണ്, മുമ്പ് ചെല്ലുന്നതും ബിദ്അത്താണ്. ഇനി നിങ്ങൾ സുന്നത്തായ തസ്ബീത്ത് എവിടെ നിങ്ങൾ ചെല്ലിയിട്ടുള്ളത്? സുന്നത്തായ തസ്ബീത്ത് എന്ന് പറയുന്ന ആ തസ്ബീത്ത്, അതിന് തസ്ബീത്തും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. അൽഹിംഹുൽ ജവാബ് ചോദിക്കുന്ന കാര്യം റസൂലിനെ പഠിപ്പിച്ചിട്ടില്ല. ജാഫിൽ ഖബ്ർ അൻ ജംബിഹി പറയുന്ന കാര്യം പഠിപ്പിച്ചിട്ടില്ല. കൂട്ടത്തിലിരുന്ന കാലത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യം റസൂലിനെയോ നബിയോ സഹാബത്തോ ചെയ്തിട്ടുണ്ടോ? ഇനി അതും തെറ്റാണെന്ന് പറയും. അങ്ങനെ തസ്ബീത്ത് നിങ്ങൾക്ക് പറ്റേ തെറ്റാണെന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇതാ നമ്മുടെ സംവാദം കലാശിക്കാൻ പോവുകയാണ്. ഇവിടെ നബിദിനാഘോഷം റബീഉൽ അവ്വലിൽ മാത്രം നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട്, റബീഉൽ അവ്വലിൽ മാത്രമാക്കി എന്നതുകൊണ്ട് ആ മാത്രമാക്കുന്നത് തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് പറയാൻ പറ്റുമോ? ഹദീസ് കൊണ്ട് പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കുല്ലു അംറിൻ മൻ അഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അവിടെ 2 നിബന്ധനയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒന്ന് പിൽക്കാലത്തുണ്ടായതാവുക, അത് തന്നെ തെളിവില്ലാത്തതാവുക. അപ്പൊ പിൽക്കാലത്തുള്ള ഒരു കാര്യം, അതുകൊണ്ട് നബിദിനാഘോഷം പിൽക്കാലത്തുള്ളതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു ഹദീസ് ഉദ്ധരിച്ചപ്പോൾ ആ ഹദീസ് ഇത് ബിദ്അത്താക്കാൻ തെളിവല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിന്റെ അർത്ഥം വെച്ചത്. പിൽക്കാലത്തുണ്ടായതാണെന്ന് സമ്മതിച്ചാൽ പോലും അത് തെറ്റല്ല. എന്തുകൊണ്ട്? അടിസ്ഥാനം തെളിഞ്ഞാൽ മതി. നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ സ്വഹാബത്ത് നബിയുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്, നബിയെ കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. നബിയെ കൊണ്ട്, നബിയുടെ നിഅമത്തിന് സന്തോഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരുന്നു കൊണ്ട് നബിയെ കൊണ്ട് പാടിപ്പുകയറ്റി പറയുന്നത് എന്ന് പിന്നെ ബഹുമാനപ്പെട്ട സലാം ബാത്തുൽ ഉസ്താദ് നിങ്ങൾക്ക് ഓതിത്തന്ന ഹദീസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിച്ചോ? സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം എന്ന് പറയുന്നത് വ്യക്തമായ പ്രമാണങ്ങളുടെ പിൻബലമുള്ള ആഘോഷമാണ്. അത് നിങ്ങളുടെ KM മൗലവി ആഘോഷിച്ചതാണ്, ആഘോഷിക്കണമെന്ന് പറഞ്ഞതാണ്. അത് മുസ്ലിമുകളുടെ ആഘോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഐക്യസംഘം അത് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ അത് KM മൗലവി അത് മലയാളമാക്കണം, വല്ലമാര് പിന്നെ അത് മൗലൂദ് ചെല്ലുമ്പോൾ സാധാരണക്കാർക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്താണെന്ന് വരുമോ? അദ്ദേഹം അതിനൊരു പരിഷ്കരണം വരുത്തണമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് മലയാളത്തിൽ കൂടി ചെയ്യണമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അറബി തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നവർക്ക് അറബിയിലുമാകാം എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറബിയിൽ മൗലൂദ് ഓതിയത് കൊണ്ട് അത് ബിദ്അത്താണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. മലയാളികൾക്ക് തിരിയാൻ വേണ്ടി മലയാളത്തിലും കൂടി ആക്കണം. അപ്പൊ എന്ത് വന്നു? അറബി നാട്ടിൽ അറബി മൗലൂദ് ചെല്ലാം, അത് ബിദ്അത്തല്ല എന്ന് KM മൗലവി ഇപ്രാവശ്യം ചോദ്യം 4 മിനിറ്റാണ് എടുത്തത്. പിന്നെ ചോദ്യത്തിന് എല്ലാം കഴിഞ്ഞ് നിർത്തിയുടെ തൊട്ടിടുന്നത്. അപ്പൊ ചോദ്യം 4 മിനിറ്റ് ആണെങ്കിൽ ഉത്തരം 5 മിനിറ്റ് ആവും. അത് നിങ്ങൾ തിരിച്ചും അനുവദിച്ചു തരണം എന്ന് ആമുഖമായി പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഈ 30 നേരത്തെ ചോദിച്ചെന്താ, ഒരു പ്രത്യേകതയും കൽപ്പിക്കാതെയാണെങ്കിൽ അതിന് കുഴപ്പമുണ്ടോന്ന്. ഇപ്പൊ പറഞ്ഞതോ പ്രത്യേകത കൽപ്പിച്ചാൽ എന്താ കുഴപ്പമുള്ളത്? അപ്പൊ മനസ്സിലായില്ലേ പ്രത്യേകത ഉണ്ടെന്നുള്ളത്? ഒരു പ്രത്യേകത കൽപ്പിക്കുന്നുണ്ട്, അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മൂടി വെക്കാൻ കഴിയില്ല, ഇത് മൂടി വെക്കാൻ കഴിയില്ല. പ്രത്യേകത കൽപ്പിക്കുന്നുണ്ട്, അതിനല്ലേ ഈ ആയത്തൊക്കെ ഓതിയത്. അല്ലെങ്കിൽ പ്രത്യേകത കൽപ്പിക്കുന്നത് ഞങ്ങൾ പറഞ്ഞോടി. മാത്രം എന്താ അത് ബിദ്അത്താണ് ആരും പറഞ്ഞിട്ടില്ലാതാ. ആരാ പറയാത്തത്? നബിദിനാഘോഷം ഉണ്ടായി വന്ന അന്ന് മുതൽ ഈ വിഷയം കൈകാര്യം ചെയ്ത ഏതൊക്കെ പണ്ഡിതന്മാരുണ്ടോ ഓരൊക്കെ പറഞ്ഞ ബിദ്അത്താന്നുള്ളത്. ചിലര് ബിദ്അത്തിന് ഹസൻ നല്ല ബിദ്അത്ത് പറഞ്ഞു, ചിലര് ചീത്ത ബിദ്അത്ത് എന്ന് പറഞ്ഞു, അല്ലാത്തൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. ബിദ്അത്ത് എന്ന് പറയാത്ത ആരെങ്കിലും പറഞ്ഞു നേട്ട അബൂഷാമ എന്താ ബായിസിൽ പറഞ്ഞത്? ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത്. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത്, അല്ലാതെ സുന്നത്ത് നല്ല പറഞ്ഞത്. അതേപോലെ സുയൂത്ത് എന്താ പറഞ്ഞത്? ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്ത്. അവിടെ സുന്നത്ത് നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത്. അതും എപ്പോഴാ പറഞ്ഞത്? മിൻ ഒരു സിയാത്തിന് അലാദാലിക്ക, വേറൊന്നും കൂട്ടുന്നില്ലെങ്കിൽ. പിന്നെ അല്ലാമ ഫാക്കിഹാനി പറഞ്ഞതോ അത് ബിദ്അത്തിന് അങ്ങേയറ്റം മോശപ്പെട്ട ബിദ്അത്താണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഇത്ര കൂടി പറഞ്ഞു, ഇത് പിന്നെ ലാ അഅലമു ലിഹാദൽ മൗലി അസ്ലം ഫി കിതാബിൻ വലാ സുന്ന, കിതാബിലോ സുന്നത്തോ അസ്ലില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദി മിൻ ഉലമാഇൽ ഉമ്മ, മുൻഗാമികളായ മാതൃക യോഗ്യരായ ആലിമീങ്ങൾ ആരിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. ബൽ ഹുവ ബിദ്അ, അത് ബിദ്അത്താണ്. ഭോഷന്മാരുണ്ടാക്കിയതാണ്. വശഹവത്തു നഫ്സിൻ, സ്വാർത്ഥതാൽപര്യക്കാർ ഉണ്ടാക്കിയതാണ്. യുതനാബിൽ അക്കാലൂന,
തീറ്റക്കൊതിയന്മാരാണ് ഇത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഒന്നുകിൽ വാജിബെന്നോ മന്ദൂബെന്നോ മുബാഹെന്നോ മക്രൂഹെന്നോ ഹറാമെന്നോ പറയണം. എന്നാൽ ഇത് വാജിബല്ല, മന്ദൂബല്ല, അതേപോലെ ജായിസുമല്ല. അതുകൊണ്ട് ഇത് ഹറാമോ കറാഹത്ത് ആകാനേ വഴിയുള്ളൂ എന്ന് മാത്രമേ വഹാദ ജവാബി ബനലില്ലാഹി തആല, അള്ളാന്റെ മുമ്പിലും എനിക്ക് ഈ മറുപടി പറയാനുള്ളത്. വഹാദാലം യദൻ ഫീഹി ശറഉ, മതം അനുവാദം നൽകിയിട്ടില്ല. വലാ ഫഅലഹു സഹാബ, സഹാബത്തിന് ചെയ്തിട്ടില്ല. വലാ താബിഊന, താബിഈങ്ങളും ചെയ്തിട്ടില്ല. അൽ മുതദയ്യിനൂന ഫീമാ അലിംതു, ദീന പ്രകാരം ജീവിക്കുന്ന താബിഈങ്ങളോ സഹാബിമാരോ ആരും ഇത് ചെയ്തിട്ടില്ല. വഹാദാ ജവാബി അൻഹു ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്നോട് ചോദിച്ചാലും ഈ മറുപടി ഞാൻ അവിടെയും പറയുക എന്ന് പറഞ്ഞ ആളാണ് ഫാക്കിഹാനി. ഇബ്നു ഹജർ മാലിക്കി പറഞ്ഞില്ലേ ബിദ്അത്താണ് എന്നുള്ളത്. ഇബ്നു ഹജർ അസ്കലാനിയും പറഞ്ഞില്ലേ ബിദ്അത്താണ് എന്നുള്ളത്. ആരാ ബിദ്അത്ത് പറയാത്തത്? ബിദ്അത്ത് എന്നല്ലാത്ത വാക്ക് ലോകത്ത് ആരാ പറഞ്ഞത്? ചിലർ ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞു, ചിലര് മോശപ്പെട്ട ബിദ്അത്ത് എന്നും പറഞ്ഞു. അല്ലാത്തൊരു വിഷയം ഈ വിഷയത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെ അൽഹിമുൽ ജവാബ പറയുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ പദങ്ങൾക്ക് ഒരു പ്രത്യേകതയുമില്ല. എന്നാൽ ഈ പദം തന്നെ പറയണമെന്നുണ്ടോ? ഇല്ല. ഇത് പറഞ്ഞൂടെ? ഏതും പറയാം, അതിലിതും പറയാം. കാരണം എന്താ? ഫൈനഹു അൽആന യുസ്അലു, അവനിപ്പോൾ ചോദിക്കപ്പെടാൻ പോവുകയാണ്. അതിനാൽ ഉറപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. ആ പ്രാർത്ഥന എന്തല്ലാ അൽഹിമുൽ ജവാബ്, അതേ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ. ആ ഉറപ്പിന്റെ ഭാഗമാണ് സബ്ബിത്തിന്റെ സുആൽ, നീ പിന്നെ ചോദ്യ സമയത്ത് സ്ഥൈര്യം നൽകണേ, അതിന്റെ ഭാഗമാണ്. ഇന്ന വാചകം എന്ന റസൂൽ പഠിപ്പിക്കാത്തതുകൊണ്ട് ഏത് വാചകമാകാം. എന്നാൽ നബിദിനാഘോഷത്തിന് ഒരസ്ലുമില്ല, റസൂൽ ഒന്നും പറഞ്ഞില്ല. ആ വിഷയത്തിൽ ഒരു അധ്യാപനവും വന്നില്ല. ഇവിടെ ഫാക്കിഹാനി പറഞ്ഞു സഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല. ഇത് അള്ളാഹിന്റെ മുമ്പിൽ ചോദിച്ചാലും ഈ മറുപടി ഞാൻ പറയും എന്നാ പറഞ്ഞത്. വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു, അള്ളാഹിന്റെ മുമ്പിൽ ചോദിക്കപ്പെട്ടാലും ശരി ഇതാണ് ഞാൻ പറയുക എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരുപോലെ മുപ്പിക്ക് പെടുങ്ങാറായി. എന്നിട്ട് പിന്നെ മുപ്പിൽ ഒപ്പിക്കുക. ആ കാഫിന്റെ ഹുക്കം അപ്പൊ പറഞ്ഞത്. ചങ്ങായി അവിടെ ഒരു കാഫുകൾ പറഞ്ഞിട്ടില്ല, ഇത് മലയാളത്തിൽ എന്ത് കാഫോടെ ഉള്ളത്? ഒരുപോലെനാ, രണ്ടും ഒരുപോലെ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പറഞ്ഞു. പച്ച മലയാളത്തിലാണ് പറഞ്ഞത്. എന്നിട്ട് അതിന് ദുർവ്യാഖ്യാനിക്കാൻ പോകാം. രണ്ടും ഒരുപോലെ ആഗ്രഹിക്കാൻ പറ്റും. റസൂലുള്ളാഹിനെ പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളത് ആ ഒരു തലത്തിലേ അല്ല. നേരെ മറിച്ച് അള്ളാഹു റസൂലിനെ പിൻപറ്റുക എന്ന അർത്ഥത്തിലാണ്. റസൂലിനെ പിൻപറ്റുക, അല്ലാതെ നമ്മളിങ്ങനെ ഇബാദത്ത് എടുക്കുക, റസൂൽ അവിടെ ഇങ്ങനെ കാണുക, റസൂൽ അത് കേൾക്കുക, റസൂൽ അത് അറിയുക, റസൂൽ നമ്മെ കുറിച്ച് തൃപ്തിപ്പെടുക. ഇല്ല, കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് എക്സ്ട്രാ തരണം, ധാർമ്മിക മിനിറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, എനിക്കൊരു മിനിറ്റ് കിട്ടണം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നമ്മളത് കേൾക്കുക, നമ്മളത് കാണുക, നമ്മളത് അറിയുക, എന്നിട്ട് നബി നമ്മൾ തൃപ്തിപ്പെടുക, അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല. അതാണ് ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമ്മുടെ സംവാദം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി ലാസ്റ്റ് 9 റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 10ാമത്തെ റൗണ്ടാണ്. ഇതോടുകൂടി നമ്മുടെ സംവാദം അവസാനിക്കും. അതുകൊണ്ട് ഇനി ലാസ്റ്റ് ചോദ്യം, അവസാനത്തെ ചോദ്യം ചോദിക്കാനായി സുന്നി പക്ഷത്ത് നിന്നും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ഫൈസൽ മൗലവിക്ക് നബിദിനാഘോഷം ശിർക്കാണ്, ബിദ്അത്താണ്, ഹറാമാണ് എന്നുള്ള വാദം സമർത്ഥിക്കുവാൻ ഒരു ആയത്തിന്റെയോ ഹദീസിന്റെയോ ഇജ്മാഇന്റെയോ ഖിയാസിന്റെയോ നമ്മുടെ സംവാദത്തിന്റെ വ്യവസ്ഥയിൽ എഴുതിയ 4 പ്രമാണത്തിന്റെ ഒരു തരിമ്പ് കൊണ്ടുപോലും തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം ആഗ്രഹിക്കുക എന്നുള്ളത് ഖുർആൻ കൽപ്പിച്ച കാര്യമാണ് സഹോദര. നിങ്ങൾ എന്നെ ചങ്ങാതി എന്ന് വിളിച്ചാലും ഞാൻ നിങ്ങളെ സഹോദര എന്ന് വിളിച്ചോളാം. നിങ്ങളുടെ ഭാഷയും ശൈലിയും അല്ലല്ലോ ഞങ്ങൾക്കുള്ളത്. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. ഇൻ കാനൂ മുശ്രിക്കീൻ എന്നല്ല, അല്ലാഹും റസൂലും അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. അല്ലാഹുവിനെയും റസൂലിനെയും അവരെ പൊരുത്തപ്പെടുവിപ്പിക്കുക എന്നുള്ളത് അവർ മുഅ്മിനീങ്ങളാണെങ്കിൽ ചെയ്യേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തവും റസൂലിന്റെ പൊരുത്തവും ത്വാഅത്ത് കൊണ്ടും വിഫാഖ് കൊണ്ടും ഉണ്ടാവണം എന്നാണ് അള്ളാഹു തആല ഇവിടെ പറയുന്നത്. പിന്നെ ഒരുപോലെ എന്ന് പറയുന്നത് കാഫ് അറബിയിലാവുമ്പോൾ പ്രശ്നമാണ്, ഇല്ല മലയാളത്തിലാവുമ്പോഴാണ് പ്രശ്നം. സഹോദര, കാഫിന്റെ കമാറബയാനി എന്നുള്ള കാഫിന്റെ മലയാളമാണ് സഹോദര ഒരുപോലെ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും റസൂലിന്റെ പൊരുത്തവും രണ്ടും 2 അർത്ഥത്തിലാണെന്ന് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു
പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരുപോലെ എന്ന് പറഞ്ഞാൽ രണ്ട് ആളുടെയും പൊരുത്തം ആഗ്രഹിക്കുന്നു എന്ന വിഷയത്തിൽ ഒരുപോലെ. ഏതുപോലെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ വളർത്തി എന്നുള്ള റഹ്മത്തും അള്ളാഹു റഹ്മത്ത് ചെയ്യുക എന്നുള്ളതും റഹ്മത്തിന്റെ വിഷയത്തിൽ രണ്ടും യോജിക്കുന്നു എന്ന രൂപത്തിൽ ഒരുപോലെ എന്ന് നമ്മൾ പറയുന്നത് പോലെ എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. നബിദിനാഘോഷം റബീഉൽ അവ്വലിൽ നടത്തുന്നത് ശിർക്കും ബിദ്അത്തുമാണെന്ന് നിങ്ങൾ പറഞ്ഞ ന്യായം മുൻഗാമികൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണല്ലോ. എന്നാൽ നിങ്ങളിപ്പോ പറഞ്ഞു കുറെ തസ്ബീത്തിന്റെ വിഷയത്തിൽ ഹദീസും ആയത്തൊക്കെ ഓതി, പക്ഷെ എന്തുകൊണ്ട് അത് സഹാബത്തിന് തിരിഞ്ഞില്ല? ഞങ്ങളെ ഹദീസും ആയത്ത് ഓതിയപ്പോ നിങ്ങൾ ചോദിച്ചു മുൻഗാമികൾ ചെയ്തോന്ന്. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് എന്തുകൊണ്ട് സഹാബത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ രൂപത്തിൽ ചെയ്തില്ല? നിങ്ങൾ പറഞ്ഞു ഏത് ലഫ്ളും ഉപയോഗിക്കാം, എന്തുകൊണ്ട് സഹാബത്ത് ചെയ്തില്ല? നിങ്ങൾ പറഞ്ഞു ഏത് പദവും ഉപയോഗിക്കാം, എന്തുകൊണ്ട് താബീഇങ്ങൾ ചെയ്തില്ല? അപ്പൊ താബീഇങ്ങളും സഹാബത്തും ചെയ്യാത്തത് കൊണ്ട് അത് ബിദ്അത്താണ് എന്നുള്ള വാദം ഇതാ തകർന്നടിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഞങ്ങളുടെ ചോദ്യം നബിദിനാഘോഷം കൊണ്ട് നബിയുടെ തൃപ്തി കാംക്ഷിക്കുന്നത് ശിർക്കാണ് എന്നുള്ളത് ഏത് ആയത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ഹദീസിലാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് സ്വഹാബിയാണ് പറഞ്ഞിട്ടുള്ളത്? ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു മറുപടി കിട്ടിയിട്ടില്ല. മൂന്നാമത്തത് യഥാർത്ഥ മുജാഹിദുകൾ നബിദിനം ആഘോഷിച്ചു, KM മൗലവി ആഘോഷിച്ചു, ആഘോഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അത് അറബിയിലാക്കണോ മലയാളത്തിലാക്കണോ എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് പ്രത്യേകമായ ചില അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഫൈസൽ മൗലവി വായിച്ചത്. എന്നാലും ആഘോഷിക്കേണ്ടതാണ്. അത് ആ സുദിനത്തിൽ തന്നെ ആഘോഷിക്കണമെന്ന, റബീഉൽ അവ്വൽ 12 എന്ന സുദിനത്തിൽ തന്നെ ആഘോഷിക്കണമെന്ന. അപ്പൊ അവർ പ്രത്യേകമായി ചെയ്തില്ലേ? ആ പ്രത്യേകമായി ചെയ്തത് ബിദ്അത്താണോ? നിങ്ങൾ പറഞ്ഞു പ്രത്യേകം റബീഉൽ അവ്വൽ ആകുമ്പോൾ അത് പ്രത്യേകമാക്കലായി, അപ്പൊ അത് ബിദ്അത്താണ്. എങ്കിൽ KM മൗലവി മുബ്തദി ആണോ? ഈ KM മൗലവി മുബ്തദി ആണോ? ആണെങ്കിൽ അവരുടെ പിന്നിൽ കൂടുന്നതിന്റെ വിധി എന്താണ്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഒരൊറ്റ ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അത് സുന്നത്താണെന്നാണ്. ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേക അൽഹംദുലില്ലാഹ്, ഏതായിരുന്നാലും സംവാദം അവസാനിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ എന്താണ് വസ്തുത എന്ന്. വളരെ വ്യക്തമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ രണ്ട് വാദങ്ങൾ ഏറ്റുമുട്ടി. അള്ളാഹു റസൂലിനെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിഭാഗത്തും ചെയ്യാൻ പാടില്ല. വിഭാഗത്തിൽ മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് എന്നതാണ് നമ്മളിവിടെ സ്ഥാപിച്ചത്. അതിന് ഖണ്ഡിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ആ പൊരുത്തം എന്ന വാക്ക് കിടന്ന് തിരിച്ചും മറിഞ്ഞും പല രൂപത്തിൽ അവര് പല വാദങ്ങൾ കൊണ്ടുവന്നു എന്ന അവസാനം അവർക്ക് തന്നെ എന്താണ് അവർ പറഞ്ഞത് എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാത്ത സാഹചര്യമാണ് പിന്നീടുണ്ടായത്. പിന്നെ തൗബയിലെ 62-ാമത്തെ ആയത്താണ്. എന്താ സഹോദരന്മാരെ, മുനാഫിക്കുകൾ റസൂലുള്ളാഹിയെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയമാണ് അവിടെ 60-ാമത്തെ വചനം മുതൽ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. വമിൻഹും അല്ലദീന യുഊദൂന നബിയ്യ, നബിയെ ദ്രോഹിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ് നബിയെ ദ്രോഹിക്കുകയും സ്വഹാബത്തിനെ ആക്ഷേപിക്കുകയും ചെയ്യുകയും, എന്നാൽ മറ്റ് മുസ്ലിമീങ്ങളെ കാണുമ്പോൾ അവരടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, അള്ളാഹിനെ പേര് സത്യം ചെയ്ത് പറയും, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ചെയ്തിട്ടില്ല. ഇത് സത്യം ചെയ്ത് പറയുമ്പോൾ അള്ളാഹ് നിങ്ങൾ അങ്ങനെ സത്യം ചെയ്യുന്നും വേണ്ട, നിങ്ങൾ അള്ളാഹിനെ റസൂലിനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്, അല്ലെ ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വെറുതെ കള്ളസത്യം ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോകണ്ട എന്ന് പറഞ്ഞ ആയത്ത അതാ അപ്പൊ റസൂലിനെ പൊരുത്ത ആഗ്രഹിക്കാൻ തെളിവായിട്ട് കൊണ്ടുവരുന്നത്. അത് ദുർവ്യാഖ്യാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് അവസാനം നിമിഷത്തിൽ ആദ്യമേ പറഞ്ഞു അത് ദുർവ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞു. അത് ആ ഒരു അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ നബിദിനാഘോഷം എന്ന റസൂലുള്ളാഹിക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ല, ലോകത്ത് അഹ്ലുസുന്നയുടെ നേതാക്കന്മാരായ ആരും തന്നെ ആ രൂപത്തിൽ അത് പഠിപ്പിച്ചിട്ടുമില്ല. ജൂതന്മാർ കൊണ്ടുവരികയും ഷിയാക്കളെ ഏറ്റെടുക്കുകയും അതിൽ നിന്ന് സൂഫികൾ പിന്നീട് കൈമാറി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അത് ശുദ്ധ ജുദായിസമാണ്, ഷിയായിസമാണ്. ഒരിക്കലും അത് ഇസ്ലാം അംഗീകരിച്ചതല്ല. KM മൗലവിയുടെയും അതേപോലെ അൽമുസ്ലിമിന്റെയും പേരിൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന്റെ മറുഭാഗം നമ്മൾ വായിച്ചപ്പോൾ പിന്നെ മെല്ലെ അതിന് ഊരിപ്പോയത് നമ്മൾ കണ്ടത്. തസ്ബീത്ത് തൂങ്ങാൻ നോക്കി, അവസാനം അതും വിട്ടു. സ്വഹാബികൾ എന്താ ചെയ്തില്ല അപ്പൊ ചോദിക്കുന്നു. നേരത്തെ ചോദിച്ചല്ലോ, പറഞ്ഞു സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്, താബിഈങ്ങൾ ചെയ്തിട്ടുണ്ട്, 3 നൂറ്റാണ്ടിലെ ഇമാമികളുടെ കിതാബിലൊക്കെ ഉണ്ട്, എന്തേ ഇല്ല എന്ന് പറയാതിരുന്നത്? എന്നിട്ട് ഇപ്പോഴും പറയാ എന്തേ ചെയ്യാതിരുന്നതെന്ന്. അതുകൊണ്ട് എല്ലാം കൃത്യമാണ്. നബിദിനാഘോഷം എന്നല്ല ഇനി ജീലാനി വരുന്നുണ്ടല്ലോ, അതും ബിദ്അത്താണ്. നിങ്ങളെ ശഅബാൻ 15 പ്രത്യേകമായ നിങ്ങളെ ആഘോഷങ്ങളുണ്ടല്ലോ, അതും ബിദ്അത്താണ്. റജബിലെ പ്രത്യേക ആഘോഷം ഉണ്ടല്ലോ, അതും ബിദ്അത്താണ്. നിങ്ങൾ കൊണ്ടുനടക്കുന്ന പല സംഗതികളും ബിദ്അത്തുകളാണ്. ഇവിടെ മിറാജ് നോമ്പും ബറാത്ത് നോമ്പും അടക്കമുള്ള പലതും നിങ്ങൾ കൊണ്ടുവരുന്നു, അതൊന്നും ദീനിൽ അടിസ്ഥാനമില്ലാത്തതാണ്. പ്രത്യേക സ്വലാത്ത് ഉണ്ടാക്കുന്നു, പ്രത്യേക ദുആ ഉണ്ടാക്കുന്നു, അതും ദീനിൽ അംഗീകരിക്കപ്പെട്ട കാര്യമല്ല. പ്രത്യേക ജന്മദിനാഘോഷങ്ങൾ, അതേപോലെ മരിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരുപാട് അനാചാരങ്ങൾ, 3, 7, 14, 40 ആണ്ടുമായി നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഒരുപാട് സംഗതികൾ, അവയും ബിദ്അത്താണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം ബിദ്അത്തുകൾ, നല്ല ബിദ്അത്ത് എന്ന ഓമനപ്പേരിട്ടുകൊണ്ട് ഒരുപാട് ബിദ്അത്തുകളെ കൊണ്ടുവന്ന് ബിദ്അത്ത് മാത്രം നിങ്ങൾ കൊണ്ടെടുക്കുകയും സമൂഹത്തെ ചൂഷണം
ചെയ്യുകയുമാണ് യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബിദ്അത്തുകൾ ഉടുക്കാനും പുതക്കാനും മൊത്തത്തില് ബിദ്അത്തിന്റെ ആളുകളായി നടക്കുകയും എന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ അവര് ബിദ്അയാണ്, അവൻ മുബ്തദിയാണ്, പുത്തംസ്ഥാനക്കാരനാണ് എന്ന് ആക്രോശിക്കുകയും ചെയ്യുന്ന രീതി നല്ലതല്ല എന്ന് സൂചിപ്പിക്കാതെ, ഏതായിരുന്നാലും അള്ളാഹിന്റെ റസൂലും അള്ളാഹും എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെ മാത്രം സ്നേഹിക്കുക. സ്വഹാബത്ത് എങ്ങനെയാണോ സ്നേഹിച്ചത് അവിടെ മാത്രം നിൽക്കുക. അവരാരും റബീഉൽ മാസം വന്നപ്പോൾ സ്വഹാബിമാരോ താബിഈകളോ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും അത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കും അത് ചെയ്യേണ്ടതില്ല. അവർ എന്താണോ സ്നേഹത്തിന്റെ ഭാഗമായി ചെയ്തത് അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുമാണ്. മദ്ഹ് അവരെങ്ങനെ പഠിപ്പിച്ചുവോ അത് നമുക്ക് ചെയ്യാം, സ്നേഹം അവരെങ്ങനെ പഠിപ്പിച്ചുവോ അത് നമുക്ക് ചെയ്യാം. അവരാരും അതിനൊരു മാനദണ്ഡമായി നബിദിനാഘോഷം കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ സഹോദരൻ MT ദാരിമി അടക്കം ഈ ബിദ്അത്തിൽ നിന്ന് പിന്മാറി ശരിയായ സുന്നത്തിലേക്ക് അഹ്ലുസുന്നയുടെ നിലപാടിലേക്ക് മടങ്ങണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ വാശിയും ഒഴിവാക്കി മംഗലാപുരത്ത് പറഞ്ഞ വാദം തന്നെ അപകടമാണ്, ഇവിടെ അതിലും അപകടമാണ്. അതിൽ നിന്ന് മാറി തൗബ ചെയ്ത് ശരിയായ അഹ്ലുസുന്നയിലേക്ക് മടങ്ങണം എന്ന സ്നേഹബുദ്ധി ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.